എല്ലാവർക്കും നമസ്കാരം. നമസ്തേ. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ആ ഈശ്വരൻ്റെ സർവേശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശ്രീമദ് മഹാഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 31. ഭൂമിയിലേക്ക് ഒരു ശരീരമെടുത്ത് ആ സൂക്ഷ്മ ശരീരം ഒരു ഭൗതിക ശരീരത്തെ, ഒരു സ്ഥൂല ശരീരത്തെ എടുത്ത് വരുന്നത് എങ്ങനെ, അത് ആ സൃഷ്ടി, ആ ഒരു ഭൗതിക ശരീരം എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഗർഭത്തിലേക്ക് ആ സൂക്ഷ്മ ശരീരം, ഈ സൂക്ഷ്മ ശരീരത്തിലാണ് മനസ്സ്, ചിത്തം, അഹങ്കാരം ഇവയെല്ലാം ഉള്ളത്. അപ്പോൾ ആ സൂക്ഷ്മ ശരീരം അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അതിന് പടിപടിയായ ഓരോ മാസങ്ങളിലുള്ള വളർച്ചയൊക്കെ നമ്മൾ കണ്ടു. 3 മാസമായപ്പോഴേക്കും ശിരസ്സും അവയവങ്ങളും ഉണ്ടാകുന്നു. 5 മാസമായപ്പോഴേക്കും തലയൊക്കെ താഴോട്ട് തിരിഞ്ഞ് വലതുവശത്ത് അമ്മയുടെ ഉദരത്തിൻ്റെ വലതുവശത്തേക്ക് കീഴ്പോട്ട് ഇറങ്ങി വരുന്നു. 6 മാസം തൊട്ട് വിശപ്പും ദാഹവും വരുന്നത് കൊണ്ട് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ട് ആ കുഞ്ഞ് കിടക്കുന്ന ആ ജലത്തിലേക്ക് തന്നെ ആ കുഞ്ഞ് മലമൂത്ര വിസർജനം ചെയ്യുന്നു. അങ്ങനെ മലമൂത്ര വിസർജനങ്ങളും അതിനെ തിന്ന് ജീവിക്കുന്ന പുഴുക്കളും കൃമികളോടും കൂടിയ ആ ദ്രാവകത്തിലാണ് പിന്നെ കുഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ കിടക്കുന്നതിനിടയിൽ അമ്മ കഴിക്കുന്ന അമിതമായ എരിവ്, പുളി, ഭക്ഷണ സാധനങ്ങളുടെ ചൂടും താപവും ചുട്ടുനീറ്റവും യാതനകളും വേറെ. അതുകൂടാതെ ഈ കുടൽമാല ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ. അതും കൂടി ആവുമ്പോൾ കുഞ്ഞിങ്ങനെ നടുവളഞ്ഞ് ശിരസ് വയറിൻ്റെ അവിടേക്ക് ഇങ്ങനെ താഴ്ത്തി വെച്ചുകൊണ്ടാണ് അമ്മയുടെ ഉദരത്തിൽ ആ വേദന കൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ആ പ്രസവത്തിനായുള്ള വായുവിൻ്റെ സമ്മർദ്ദം വരുമ്പോൾ കുഞ്ഞിൻ്റെ ആ തല കീഴ്പോട്ട് ഇറങ്ങിയിട്ട് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അമ്മയുടെ ഗർഭത്തിൽ കഴിയുമ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന മനസ്സ് ഞാൻ ആരാണ് എന്ന അവബോധത്തെ അറിയുന്നുണ്ട്. മനസ്സിലായോ? ഇതൊരു സൂക്ഷ്മ ശരീരമാണ്. ഈ ശരീരത്തിന് മുന്നത്തെ 100 ജന്മങ്ങൾ വരെയുള്ള ആരൊക്കെയായി ജീവിച്ചിരുന്നു, ഏതൊക്കെ ശരീരമായി എടുത്തിരുന്നു, അതിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിരുന്നു എന്ന കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയായിരിക്കും ആ കുഞ്ഞിന്. സ്മരണ, പൂർവ്വജന്മ സ്മൃതി നല്ലോണം ഉണ്ടാവും ആ ജീവസത്തയ്ക്ക്, ആ ജീവന്. അതുകൊണ്ട് തന്നെയാണ് ആ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ഋഷി എന്ന് വിളിക്കുന്നത്. മായയാൽ ബന്ധിതനായിട്ടില്ല, അല്ലെങ്കിൽ മായയിൽ പെട്ടുപോയിട്ടില്ല. ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതോടുകൂടിയാണ് മായയിൽ പെടുന്നത്. കാരണം അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഈ ലോകത്തെ അറിയാണ്, അപ്പോൾ മായയിൽ പെടുകയാണ്. അപ്പോൾ അതുവരെ ഉദരത്തിൽ കിടക്കുമ്പോൾ മായയില്ല. അപ്പം അതിനാൽ മുന്നത്തെ ജന്മങ്ങളും താൻ ആരെന്നുള്ള അവബോധവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉദരത്തിൽ കിടന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയാണ് സങ്കല്പിക്കേണ്ടത്. ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ ഈ അവസ്ഥയെക്കൂടെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മളൊക്കെ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നു എന്ന്, എല്ലാ ജീവസത്തയും അങ്ങനെ തന്നെയായിരുന്നു അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന ഈ സമയങ്ങളിലും. അവിടെ കിടന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്, തൊഴുകൈകളോടെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞിങ്ങനെ കൈകൂപ്പിപ്പോൾ തൊഴുന്നു എന്നല്ല. ആ മനസ്സ്, ആ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന മനസ്സ് തൊഴുകൈകളോടെ ആ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്.
ഇങ്ങനെ ഇത്രമാത്രം യാതനകൾ അനുഭവിച്ച് ഇവിടെ വന്ന് ജനിച്ചത് എൻ്റെ മുൻജന്മ കർമ്മ ബന്ധം കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അപ്പോഴും ഭഗവാൻ എനിക്ക് ഈ അവബോധം, ഞാൻ അതിൽ നിന്നും എനിക്ക് മുക്തി നേടണമെങ്കിൽ ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ തൊഴുക, ഭഗവാനെ സ്മരിക്കുക നിത്യവും. അതുകൊണ്ടുകൊണ്ട് മാത്രമേ ഈ ഒരു യാതനകളിൽ നിന്ന് എനിക്ക് മുക്തി കിട്ടുള്ളൂ എന്നൊക്കെ അമ്മയുടെ ഗർഭത്തിൽ കിടന്ന് ഓരോ ജീവസത്തയും, നമ്മളെല്ലാവരും അടങ്ങുന്ന ഈ ജീവസത്തകൾ ഒരിക്കൽ ആ യാഥാർത്ഥ്യത്തെ അറിഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. പുറത്തേക്ക് വരുന്നതോടുകൂടെയാണ് മായയിൽ പെട്ടിട്ട് ഞാൻ എന്ന അഹങ്കാരത്തിലേക്ക്, മിഥ്യാഹങ്കാരത്തിൽ പെട്ടുപോകുന്നത്. പക്ഷെ അവിടെ കിടക്കുമ്പോൾ ഋഷിതുല്യരായിരുന്നു നമ്മളെല്ലാവരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് ശ്ലോകം 16 നമ്മൾ കണ്ടത് ആ ഭഗവാനെ നമിക്കുകയാണ്. എനിക്ക് ഈ ഒരു ജ്ഞാനം, ഈ ഒരു അറിവ്, ഞാൻ ആരാണ് എന്നുള്ള അറിവൊക്കെ അങ്ങ് എനിക്ക് തന്നില്ലേ, അതുകൊണ്ട് തന്നെ പൂർവ്വജന്മ സ്മൃതിയൊക്കെ ഓർമ്മയുണ്ടായില്ലേ, ഭൂതം ഭാവി വർത്തമാനം 3 കാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളിലും അങ്ങാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ അതുകൊണ്ട് തന്നെ എൻ്റെ തന്നെ കർമ്മം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഗർഭത്തിൽ വന്ന് പിറന്ന് ഇത്രയും യാതന 10 മാസം ഈ ഗർഭത്തിൽ കിടന്ന് അനുഭവിക്കുന്നത്. ഇനി ഞാൻ പുറത്തേക്ക് വരാൻ പോകുന്നതും അതീവ ദുഃഖം നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ്, ഭൂമിയിലേക്കാണ് ജനിച്ചു വീഴാൻ പോകുന്നതും. അതുകൊണ്ട് 3 വിധത്തിൽ എനിക്ക് ഞാൻ അനുഭവിക്കാൻ പോകുന്ന ദുഃഖങ്ങളിൽ നിന്നും എനിക്ക് ശമനം, അതിൽ നിന്നൊക്കെ ഒരു സമാധാനം കിട്ടാൻ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് ഓരോ ജീവസത്തെയും ഉദരത്തിൽ കിടന്നുകൊണ്ട് ആ ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു തൊഴുകയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇനി ശ്ലോകം 17. ദേഹി അന്യദേഹ വിവരേ ജഡരാഗ്നിന അസൃക് വിൺ മൂത്രകൂപപതിതഃ ഭൃശതപ്തദേഹഃ. ഭൃശതപ്തദേഹഃ ഇച്ഛൻ ഇതഃ വിവസിതും ഗണയൻ സ്വമാസാൻ നിർവാസ്യതേ കൃപണധി ഭഗവൻ കഥാ नु ദേഹി അന്യദേഹ വിവരേ ജഡരാഗ്നിന അസൃക് വിൺ മൂത്രകൂപപതിതഃ ഭൃശതപ്തദേഹഃ ഇച്ഛൻ ഇതഃ വിവസിതും ഗണയൻ സ്വമാസാൻ നിർവാസ്യതേ കൃപണധി ഭഗവൻ കഥാ नु. ദേഹി ആ ജീവൻ അന്യദേഹ വിവരെ, അതായത് മറ്റൊരു ശരീരത്തിൻ്റെ വിവരെ എന്ന് വെച്ചാൽ ഉദരത്തിൽ, ഗർഭത്തിൽ, അമ്മയുടെ ശരീരത്തിലെ ഗർഭത്തിൽ, ആ ഗർഭത്തിലെ അസൃക്ക് എന്ന് വെച്ചാൽ അതിൽ കിടന്ന് അസൃക്ക് എന്ന് വെച്ചാൽ രക്തം, വിൺമൂത്രം മലമൂത്രം ഇവയെല്ലാം അടങ്ങിയ കുളത്തിൽ പതിതഹ വന്ന് പതിച്ചിരിക്കുകയാണ് ഇപ്പോന്ന്. ആ ജീവൻ അമ്മയുടെ ഉദരത്തിൽ ഗർഭത്തിനുള്ളിലെ മലവും മൂത്രവും രക്തവും എല്ലാം കലർന്ന ആ ദ്രാവകത്തിൽ, അതിനെയാണ് ഒരു കൂപ എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ ഒരു കുളം എന്നർത്ഥം. കൂപ എന്ന് വെച്ചാൽ ഒരു കുളം, ഒരു കുളത്തിൽ വന്ന് പതിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതും ഭൃശതപ്തദേഹ. അതുമാത്രമല്ല കൂപപതിതഃ, അതുമാത്രമല്ല ജഡരാഗ്നി എന്ന് പറയുന്നുണ്ട്. അതായത് ജഡരാഗ്നി എന്ന് വെച്ചാൽ ദഹിപ്പിക്കുന്ന അഗ്നി. അമ്മ കഴിക്കുന്ന ഭക്ഷണത്തെ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ടല്ലോ ആ ജഡരാഗ്നി. അമ്മ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന അമ്മയുടെ ഉദരത്തിലുള്ള ആ ജഡരാഗ്നിയുടെ തപ്തദേഹ, ഭൃശതപ്തദേഹ, ചൂടേറ്റിട്ട് ശരീരമാകെ പൊള്ളുന്നുമുണ്ട് ആ കുഞ്ഞിനെ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് പറയാണ്, ഞാൻ ഇച്ഛൻ ആഗ്രഹിക്കുന്നു ഇതഹ ഈ ഒരു ഭൂമിയിൽ വിവസിതും എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ, ഈ ഗർഭത്തിൽ ഇതിൽ നിന്നും പുറത്തേക്ക് വരാൻ. ഗണയൻ എന്ന് വെച്ചാൽ എണ്ണുകയാണെന്ന്, സ്വമാസാൻ 10 മാസം എണ്ണിയിട്ടാണെന്ന് കുഞ്ഞാ ഗർഭത്തിൽ ഇങ്ങനെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുന്നത്. എന്നിട്ട് പറയാണ് കൃപണധി, കൃപണന്മാരുടെ ധീ എന്ന് വെച്ചാൽ ബുദ്ധി, എന്ന് വെച്ചാൽ അറിയേണ്ടതിനെ അറിയാതെ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ കിടക്കുന്ന ബുദ്ധിയുള്ള എനിക്ക് ഭഗവൻ, അല്ലയോ ഭഗവാൻ, കഥാ नु നിർവാസ്യതേ, കഥാ नु എപ്പോഴാണ്, നിർവാസ്യത എന്ന് വെച്ചാൽ പുറത്തു വരാൻ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാന്ന് ഭഗവാനോട് ചോദിക്കുകയാണെന്ന്. അപ്പോൾ ആ ജീവൻ അമ്മയുടെ ഉദരത്തിനകത്ത് ജഡരാഗ്നിയുടെ ചൂടേറ്റ് പൊള്ളുന്നു, ശരീരമാകെ ചുട്ടുപൊള്ളുന്നുണ്ട്. അതുപോലെ രക്തം, മലം, മൂത്രം എന്നിവയെല്ലാം കലർന്നിരിക്കുന്ന ആ ദ്രാവകത്തിൽ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ അസ്വസ്ഥതയും ഇതെല്ലാം അനുഭവിച്ച് കിടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ശിശുവിൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത്
എത്രയും പെട്ടെന്ന് ഈ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റണേ എന്ന് വിചാരിച്ച് 10 മാസം എണ്ണി കാരണം അത്രയും അസഹനീയമായ യാതനകൾ അനുഭവിച്ചാണ് കിടക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ മഹർഷിമാര്, നമ്മുടെ പൂർവികര്, എന്തിനാ നമ്മൾ ശാസ്ത്രം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർമാർ വരെ പറയും ഗർഭിണികൾ എപ്പോഴും സന്തോഷത്തോടു കൂടിയ മനസ്സോടുകൂടി ഇരിക്കണം എന്ന് പറയുന്നത്. കാരണം അവർക്ക് മനസ്സിന് ടെൻഷൻ, വിഷമം, ഭയം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുത്. അവരെപ്പോഴും അവരുടെ മനസ്സ് നല്ല സന്തോഷമാക്കി വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ മനസ്സ് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കൂടി കുട്ടിക്ക് ഒരു ആശ്വാസമായിരിക്കും. കാരണം വയറ്റിൽ കിടക്കുന്ന, ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞ് അത്യധികമായ യാതനകളെ അനുഭവിച്ചാണ് അവിടെ കിടക്കുന്നത്. അതിനോടൊപ്പം ഇനി അമ്മ ആകുലതയും വ്യാകുലതയും ടെൻഷനും ഭയവും സ്ട്രെസ്സൊക്കെ എടുത്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന് അതിൻ്റെ കൂടി പീഡകൾ സഹിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പരമാവധി സന്തോഷമുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അവർ ഇരിക്കണം എന്ന് പറയുന്നത് അത്രയെങ്കിലും ആ കുഞ്ഞിന് ശാന്തതയും സമാധാനവും ആശ്വാസവും കിട്ടട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ അങ്ങനെ ആ ഗർഭത്തിനകത്ത് അത്രയും ചൂടേറ്റിട്ടും മലമൂത്ര വിസർജനത്തിൻ്റെ ഇങ്ങനെ അറപ്പുളവാക്കുന്ന ദ്രാവകത്തിൽ കിടക്കുന്ന കുഞ്ഞ് ആഗ്രഹിക്കുന്നത് മാസങ്ങൾ ഇങ്ങനെ എണ്ണുകയാണ് 10 മാസം ആവാൻ എത്രയും പെട്ടെന്ന് പുറത്തു വരാനായിട്ട്. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ആ കുഞ്ഞ് ഭഗവാനോട് ചോദിക്കുകയാണ്, എനിക്ക് എപ്പോൾ, അതാണ് കഥാന്യൂ നിർവാസ്യതേ, എപ്പോൾ ഈ ഗർഭത്തിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും അല്ലയോ ഭഗവാനേ എന്ന് ഭഗവാനോട് ചോദിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് കിടക്കുന്നത്. ഇനി ശ്ലോകം 18. യേന ഈദൃശീം ഗതിം അസൗ ദശമാസ്യ ഈശ സംഗ്രാഹിത പുരുദയേന ഭവാദൃശേന സ്വേന ഏവ തുഷ്യതു കൃതേന സ ദീനനാഥ കഹ നാമ തത്പ്രതി വിന അഞ്ജലി അസ്യ കുര്യാത്. യേന ഈദൃശീം ഗതിം അസൗ ദശമാസ്യ ഈശ സംഗ്രാഹിത പുരുദയേന ഭവാദൃശേന സ്വേന ഏവ തുഷ്യതു കൃതേന സ ദീനനാഥ കഹ നാമ തത്പ്രതി വിന അഞ്ജലി അസ്യ കുര്യാത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാനോട് ഒരു നന്ദി പറയുകയാണെന്ന്. ഏന, ആ ഭഗവാൻ, ഏന എന്ന് വെച്ചാൽ ആരാലെന്നർത്ഥം. എന്ന് വെച്ചാൽ ഇവിടെ ആ ഭഗവാനെ ഉദ്ദേശിക്കുന്ന ആ ഭഗവാൻ ഈ ദൃശ്യയും ഗതിയും, അതായത് ഇപ്രകാരമുള്ള ഒരു അറിവ്. ഇപ്പോൾ ഭഗവാൻ ഈ ദൃശ്യ ഗതി എന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയെ, ഈ ഗതിയെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ, ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കണേ എന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ച ഈ അറിവ് അസൗ, എനിക്ക് ദശമാസ്യ, വെറും 10 മാസം പ്രായമുള്ള എനിക്ക് ഈശ, അല്ലയോ ഭഗവാനെ, അങ്ങാണ് നൽകിയതെന്ന്. ഈ ഉദരത്തിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ വെറും 10 മാസം മാത്രമേ ഈ സ്ഥൂല ശരീരം സ്വീകരിച്ചിട്ട് എനിക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ പോലും ഈ ഉദരത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ അങ്ങയോട് പ്രാർത്ഥിക്കാനൊക്കെയുള്ള ഒരു അറിവ് എനിക്ക് അങ്ങ് തന്നില്ലേ. അങ്ങാണ് എനിക്ക് സംഗ്രാഹിത, ഇതൊക്കെ ഗ്രഹിക്കാൻ, സംഗ്രാഹിത എന്ന് വെച്ചാൽ ഗ്രഹിക്കുക, ഇതൊക്കെ മനസ്സിലാക്കാനും ഇങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഈ അറിവ് അങ്ങ് എനിക്ക് തന്നില്ലേ, അങ്ങാണ് എനിക്ക് തന്നത്. പുരുദയേന, അത്രമാത്രം അത്യധികം ദയയും കാരുണ്യമുള്ളവനും, ഭവാദൃശേന, മറ്റൊരാളാൽ സദൃശ്യപ്പെടുത്താൻ കഴിയാത്തവനുമായ അല്ലയോ ഭഗവാനെ. എന്നുവെച്ചാൽ ഭഗവാനെ വേറൊരു രൂപത്തോട് സാദൃശ്യപ്പെടുത്താൻ, മറ്റൊന്നിനോട് സാദൃശ്യം ചെയ്യാൻ പറ്റാത്തതും അത്യധികമായ കാരുണ്യമുള്ളവനുമായ ഭഗവാനെ, അങ്ങ് അനുഗ്രഹിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ അറിവുകളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നിട്ട് ഭഗവാനോട് പറയുകയാണ്, അതിന് ദീനനാഥ, അല്ലയോ ദീനന്മാരോടെ നാഥനായ ഭഗവാനെ, തത്പ്രതി എന്ന് വെച്ചാൽ അതിനൊരു പ്രതിപ്രവർത്തനം, അങ്ങ് എനിക്ക് ഈ അറിവ് തന്നതിന് തിരിച്ച് ഞാൻ അങ്ങേക്ക് എന്തെങ്കിലും തരണ്ടേ, അതാണ് പറയുന്നത്. തത്പ്രതി, അതിൻ്റെ സ്നേഹം, നന്ദി ഞാൻ തിരിച്ചു പ്രകടിപ്പിക്കാൻ, വിന അഞ്ജലി, കൈകൾ കൂപ്പിത്തൊഴാനല്ലാതെ തിരിച്ചൊന്നും എനിക്ക് തരാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഭഗവാനോട് പറയാണ്. അങ്ങ് എനിക്ക് ഇത്രയും വലിയ അറിവുകൾ ഇപ്പോൾ കിടക്കുമ്പോൾ, ഈ 10 മാസമായിട്ടുള്ളൂ എനിക്ക്, എന്നിട്ട് അങ്ങ് എനിക്ക് ഇത്രയും വലിയ അറിവുകൾ തന്നില്ലേ, ഇതിന് തിരിച്ച് ഞാൻ തരാനായിട്ട് എനിക്ക് ഈ കൈ രണ്ടും കൂപ്പി അങ്ങയെ തൊഴാനല്ലാതെ മറ്റൊന്നിനും സാധിക്കില്ല. എന്നിട്ട് പറയാണ്, കഹ നാമ കുര്യാത്ത്, അസൗ കുര്യാത്ത് എന്ന് വെച്ചാൽ അത് ഞാനല്ലാതെ വേറെ ആര് ചെയ്യാനാണ്? നീ ഗർഭത്തിൽ വേറെ ആരെങ്കിലും കൂട്ടുണ്ടോ? വേറെ പകരം നമ്മളിപ്പോൾ പറയില്ലേ, അമ്പലത്തിൽ പോകുമ്പോൾ ആ വഴിപാട് ഈ വഴിപാടൊക്കെ കൊടുത്തേൽപ്പിക്കുന്ന പോലെ എനിക്ക്
എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളോ എന്ന് പറയാൻ ഒന്നുമില്ല, ആരുമില്ല കൂട്ട്. അപ്പോൾ അത് ആ കൈകൂപ്പി തൊഴുന്നത് ഞാനല്ലാതെ മറ്റാരും ചെയ്യാനില്ല, അത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. അത് സ്വേന ഏവ, ഞാൻ ഈ ചെയ്യുന്ന ഹൃദയന ഈ ഒരു കർമ്മത്തെ, കൈകൂപ്പി തൊഴുന്ന ഈ കർമ്മത്തെ അങ്ങ് തുഷ്യതി, സന്തോഷത്തോടെ സ്വീകരിച്ചാലും ഭഗവാനെ എന്ന് പറയുകയാണ്. മനസ്സിലായോ? അപ്പം അങ്ങ് എനിക്ക് പകർന്നു തന്ന അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് ഈ ഒരു അറിവുകളൊക്കെ നേടാൻ, മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന് തിരിച്ചൊരു പ്രതിപ്രവർത്തനം എന്ന രീതിയിൽ എനിക്ക് തരാനുള്ളത്, അത് എനിക്ക് വേണ്ടി മറ്റാരും ചെയ്യാനില്ല, ഞാൻ തന്നെയാണ് അത് ചെയ്യാനുള്ളൂ. അതും തരാനുള്ളത് ഈ 2 കൈകളും കൂപ്പി അങ്ങയെ നമസ്കരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തരാനുള്ളത്. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഈ കർമ്മത്തെ അങ്ങ് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാലും, അതാണ് പറയുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ അവിടെ കിടക്കുമ്പോൾ, ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഈഗോ ഉണ്ടായിരുന്നില്ല, എത്ര നിഷ്കളങ്കമായ മനസ്സായിരുന്നു അല്ലേ? എന്നാൽ ഇത്രയും വർഷങ്ങൾ ജീവിച്ച നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നെങ്കിലും നമ്മൾ ഈ ഒരു അറിവ് ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ തന്ന ഭഗവാനെ ഇന്ന് എനിക്ക് തൊഴല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല, തിരിച്ച് പ്രകടിപ്പിക്കാനുള്ളൂ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മൾ ആ ഗർഭത്തിൽ കിടക്കുമ്പോൾ നമ്മളെല്ലാവരും അത് ചെയ്തിരുന്നു. ഇവിടെ വന്നപ്പോൾ അതൊക്കെ മറന്നു പോവുകയാണ് ഉണ്ടായത്. അതങ്ങ് അപ്പം എൻ്റെ ആ കൂപ്പുകൈ അങ്ങ് സന്തോഷത്തോടെ സ്വീകരിക്കണേ ഭഗവാനെ എന്ന് പറയുകയാണ്. ശ്ലോകം 19. ഇനി ഭഗവാൻ എനിക്ക് ഈ അറിവ്, ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഈ അറിവ് നേടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ആ അറിവ് എന്താണെന്നാണ് കേട്ടോ ഇനി ശ്ലോകം 19 പറയുന്നത്. പശ്യതി അയം ദിഷണയ നനു സപ്തവദ്രിഹി ശാരീരികേ ദമശരീരി അപരഹ സ്വദേഹേ യത് സൃഷ്ടയാ ആസം തം അഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃദി ചൈത്യം ഇവ പ്രതീതം. ഞാൻ കൈകൂപ്പി തൊഴുന്നു, അതിനൊരു പ്രവർത്തനമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ സന്തോഷവും നന്ദി പ്രകടിപ്പിക്കാൻ ഞാൻ കൈകൂപ്പി തൊഴാനല്ലാതെ വേറൊരു മാർഗവും എനിക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞില്ലേ. ആ സന്തോഷം തിരിച്ചു പ്രകടിപ്പിക്കാൻ ഭഗവാൻ ഇങ്ങടെ എന്താ തന്നേന്നുള്ളതാണ്, ആ അറിവ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. പശ്യതി അയം ദിഷണയാനു സപ്തവദ്രിഹി ശാരീരികേ ദമശരീരി അപരഹ സ്വദേഹേ യത് സൃഷ്ടയാ ആസം തം അഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃദി ചൈത്യം ഇവ പ്രതീതം. പശ്യതി കാണുന്നു എന്ന്. സപ്തവദ്രിഹി 7 ധാതുക്കളാൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള അയം, ആ മനുഷ്യ, ആ കുഞ്ഞൻ, ആ ശിശു, ഒരു മനുഷ്യജീവൻ, അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്നത് ഒരു മനുഷ്യജീവൻ, 7 ധാതുക്കളാൽ ആവരണം ചെയ്യപ്പെട്ട ആ മനുഷ്യജീവൻ അപരഹ, അതല്ലാതെ വേറെ ഏതെങ്കിലും മനുഷ്യജീവനല്ലാതെ മറ്റേതെങ്കിലും ജീവികളാണെങ്കിൽ അതിന് ശാരീരികേ, വെറും ശരീര സംബന്ധം, സ്വദേഹേ, സ്വന്തം ശരീരത്തിലിരിക്കുമ്പോൾ ശാരീരിക എന്ന് വെച്ചാൽ വെറും ശരീര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന, അതായത് ഉണ്ണണം, ഉറങ്ങണം എന്നിങ്ങനെയുള്ള ഉദരം വിശപ്പ് മാറ്റണം, അങ്ങനെ ഇന്ദ്രിയ സംവേദനമാകുന്ന വിഷയങ്ങളെ മാത്രമേ മറ്റു ജീവികൾ പശ്യതി കാണുന്നുള്ളൂ എന്ന്. അതായത് അമ്മയുടെ ശരീരത്തിലെ ഈ ഒരു 7 ധാതുക്കളാൽ ആവരണം ചെയ്യപ്പെട്ട മനുഷ്യക്കുഞ്ഞ്, അതിപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞല്ല, വേറെ ഏതെങ്കിലും മൃഗങ്ങളുടെ ഗർഭത്തിൽ വളരുന്ന, ഇപ്പം മനുഷ്യർ മാത്രമാണല്ലോ പ്രസവിക്കുന്നതും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും. അപ്പം മറ്റു വേറെ ഏതെങ്കിലും ആളുകൾ, വേറെ ഏതെങ്കിലും ജീവികളാണെങ്കിൽ, അപ്പം ഞാനൊരു മനുഷ്യക്കുഞ്ഞല്ല, വേറെ ഏതെങ്കിലും ഒരു ജീവിയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും അറിവുണ്ടാവുക? നമ്മൾ ദേവീ മഹാത്മ്യത്തിൽ കണ്ടിരുന്നു, ഓരോ വർഗത്തിനും അതിൻ്റേതായ അറിവുണ്ട്. അതായത് ഉണ്ണണം, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, മൈഥുനം, ഈ 3 കാര്യങ്ങളെക്കുറിച്ച്. വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിക്കണം, ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, വേട്ടയാടി പിടിക്കണം, ആ ഉദരം നിറയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവ് ഓരോ പ്രാണിവർഗത്തിനും അതിൻ്റേതായ അറിവുണ്ട് അല്ലേ. അപ്പോൾ മനുഷ്യരല്ലാതെ 7 ധാതുക്കളാൽ ആവരണം ചെയ്യപ്പെട്ട മനുഷ്യജന്മമല്ലാതെ വേറെ അപര എന്ന് വെച്ചാൽ മറ്റേതൊരു ജീവിയാണെങ്കിലും ആ ശരീരത്തിലിരിക്കുമ്പോൾ ശരീര സംബന്ധിയായ ഉണ്ണണം, ഉറങ്ങണം, മൈഥുനം എന്ന 3 വിഷയങ്ങളെ കുറിച്ച് മാത്രമാണ് പശ്യതേ അറിയുള്ളൂ, കാണുകയുള്ളൂ എന്ന് വെച്ചാൽ അറിയുള്ളൂ. എന്നാൽ അതൊരു മനുഷ്യ ശരീരമാണെങ്കിൽ, 7 ധാതുക്കളാൽ ആവരണം ചെയ്യപ്പെട്ട ഒരു മനുഷ്യ ശിശു, ഒരു മനുഷ്യനാണ് അതെങ്കിൽ ദമശരീരി,
അതായത് ആത്മനിയന്ത്രണത്തോടു കൂടിയ ഒരു ശരീരം കിട്ടുകയും അതോടൊപ്പം തന്നെ യത് സൃഷ്ടയാ ആസം, ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആത്മനിയന്ത്രണം, മനസ്സ്, ബുദ്ധി, ശരീരം, ഇത് മൂന്നും കൂടിയിട്ടാണ് മനുഷ്യന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആത്മാവാണ് എന്ന് അറിയാൻ സാധിക്കുന്നത് മനുഷ്യജന്മത്തിന് മാത്രമാണ്. യത് സൃഷ്ടയാ, അതായത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഒരു മനുഷ്യ ശരീരം കിട്ടിയത് കൊണ്ട് ഞാൻ ആത്മാവാണ്, ആത്മനിയന്ത്രണമുള്ള ഒരു മനസ്സും ശരീരവും ബുദ്ധിയും എനിക്ക് കിട്ടിയപ്പോൾ അഹം, ഈ ഞാൻ പുരുഷം പുരാണം, പുരുഷൻ, ആദ്യവും അവസാനവും ഇല്ലാത്ത നിത്യമായിരിക്കുന്ന ആ ഈശ്വരനെ ബഹിർഹൃദി, എൻ്റെ ഹൃദയത്തിലും ബഹി, അതിന് പുറത്തും സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ചൈത്യം ഇവ പ്രതീതം, ചൈതന്യമായി പ്രകാശിക്കുന്ന ആ ഈശ്വരനെ പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇതൊരു മനുഷ്യജന്മമായതുകൊണ്ട് മാത്രമാണ്. അപ്പം എന്തറിവാണ് ഭഗവാൻ തന്നതിലാണ് തിരിച്ച് കൈ കുപ്പിയെന്ന് മനസ്സിലായില്ലേ? ഈ ഒരു മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം എന്തെന്നുള്ള അറിവ് ഞാൻ അറിയുന്നു. ഞാൻ ഈ ഒരു മനുഷ്യജന്മമല്ലാതെ മറ്റേതെങ്കിലും ഒരു ജീവിവർഗമായിട്ട്, പ്രാണിയായിട്ടാണ് ഞാൻ ഉദരത്തിൽ കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ജനിച്ചു വീഴുന്നതെങ്കിൽ എനിക്ക് ഈ ശരീര സംബന്ധിയായ വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ. കാരണം ആ ഒരു പ്രചോദിതമായ ബുദ്ധി അവയ്ക്ക് ഇല്ല. അവയുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ട ബുദ്ധിയും മനസ്സും മാത്രമേ അവർക്കുണ്ടാവുള്ളൂ. ആ ശരീരത്തിൻ്റെ നിലനിൽപ്പുമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച്, അതിനപ്പുറത്തുള്ളൊരു വിഷയത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല. ആ പ്രാണിവർഗത്തിന് അതിനുള്ള ബുദ്ധിയില്ല. എന്നാൽ മനുഷ്യന് മാത്രമേ ശരീരം, മനസ്സ് പ്രചോദിതമായ ഒരു ബുദ്ധിയോടുകൂടി ജീവിച്ച് ആത്മനിയന്ത്രണമുള്ളൊരു മനസ്സ് സമ്പാദിച്ച് ആ മനസ്സിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ പ്രപഞ്ചത്തിൽ പുരാണ പുരുഷൻ, ഏറ്റവും ആദ്യത്തെയും അവസാനമില്ലാത്തതുമായ ആ പുരുഷനായിരിക്കുന്ന തൻ്റെ ഹൃദയത്തിൽ, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ മനസ്സിലും ഈ സർവ്വപ്രപഞ്ചത്തിൽ അതിന് പുറത്തും നിറഞ്ഞു നിന്ന് പ്രകാശിക്കുന്ന ചൈതന്യമായിരിക്കുന്ന ആ പരമാത്മ ജീവാത്മ സ്വരൂപനായ ആ ഈശ്വരനെ കാണാൻ സാധിക്കുക മനുഷ്യജന്മത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യജന്മത്തിൻ്റെ ആ പ്രാധാന്യം അറിഞ്ഞ ഈ ഒരു അറിവ് അങ്ങ് എനിക്ക് തന്നില്ലേ? അതിനാണ് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് ആ കുഞ്ഞ് പറഞ്ഞത്. തിരിച്ചതിന് ഈ അറിവ് എനിക്ക് തന്നതിന്, ഞാൻ ആരാണെന്ന് മനുഷ്യജന്മത്തിൽ കിട്ടി, ഈ ജന്മത്തിൽ മാത്രമേ എനിക്ക് ആ മുഴുവൻ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ അറിയാൻ സാധിക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നില്ലേ? ആ അറിവ് എനിക്ക് തന്നതിനാണ് തിരിച്ചെനിക്ക് കൈ കൂപ്പാനല്ലാതെ വേറെ തിരിച്ചൊന്ന് പ്രകടിപ്പിക്കാൻ, ആ സ്നേഹവും സന്തോഷവും കൃതജ്ഞതയും പ്രകടിപ്പിക്കാൻ തൊഴുകൈകളോടെ അങ്ങയെ നമസ്കരിക്കുകയല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാനാവുന്നില്ലല്ലോ എന്ന് ആ കുഞ്ഞ് പറയുന്നു. അടുത്തത് ശ്ലോകം 20. സഹ അഹം വസൻ അഭിവിഭോ ബഹുദുഃഖവാസം ഗർഭാത് ന നിർജിഗമിഷേ ബഹി അന്ധകൂപേ യത്ര ഉപായതം ഉപസർപ്പതി ദേവമായ മിഥ്യാമതിഹി യത് അനു സംസൃതി ചക്രമേതത്. സഹ അഹം സോ അഹം വസൻ അഭിവിഭോ ബഹുദുഃഖവാസം ഗർഭാത് ന നിർജിഗമിഷേ ബഹി അന്ധകൂപേ യത്ര ഉപായതം ഉപസർപ്പതി ദേവമായ മിഥ്യാമതിഹി യത് അനുസംസൃതി ചക്രമേതത്. സഹ അഹം, ഈ ഞാൻ, ആ കുഞ്ഞ് പറയാണ് ഗർഭത്തിൽ കിടന്നിട്ട്, ആ മനസ്സാണ് കേട്ടോ അത് പറയുന്നത്. ഈ ഞാൻ വസൻ അഭി, അതായത് ഞാൻ വസിക്കുന്നത് എങ്കിൽ, വിഭോ അല്ലയോ ഭഗവാനെ, ബഹുദുഃഖവാസം, ഈ ഗർഭത്തിനകത്ത് അനേകം യാതനകൾ സഹിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വസൻ അഭി വസിക്കുന്നത് എങ്കിൽ പോലും ഗർഭത്തിൽ നിന്നും ന നിർജിഗമിഷേ, പുറത്തേക്ക് വരാൻ ന എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. കാരണം ബഹി, പുറത്തുള്ളത്, അന്ധകൂപേ, ഇതിലും വലിയ യാതനകൾ അനുഭവിക്കേണ്ട മഹാദുഃഖസാഗരമായ ലോകമാണെന്ന്, ഭൂമിയാണ്. അപ്പോൾ ഈ ഞാൻ ആ കുഞ്ഞിൻ്റെ മനസ്സ് പറയാണ്, ഈ ഞാൻ ഒരുപാട് യാതനകൾ അനുഭവിച്ച്, ബഹുദുഃഖവാസം, യാതനകൾ അനുഭവിച്ചാണ് ഈ ഗർഭത്തിൽ കിടക്കുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ഇതിൽ നിന്നും പുറത്തേക്ക് നിർജിഗമിഷേ, പുറത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പുറം ലോകം, ഭൂമി എന്ന് പറയുന്നത് ഇതിലും വലിയ ദുഃഖസാഗരമാണ്. സംസാരസാഗരം എന്ന് പറയുന്നത് ഇതിലും വലിയ ദുഃഖം നിറഞ്ഞ മഹാസാഗരമാണെന്ന്. ഇതൊരു എന്താ പറയുക, എല്ലാം നിറഞ്ഞൊരു
കുളമാണെങ്കിൽ ഭൂമി എന്ന് പറഞ്ഞ ഇതിലും വലിയ ദുഃഖസാഗരമാണ്. അതുകൊണ്ട് എത്ര അതായത് എത്ര ഉപയാതം എന്ന് വെച്ചാൽ ഇവിടെ എത്ര എന്ന് വെച്ചാൽ ഇവിടെ ഈ ഭൂമിയിൽ ഉപയാതം എന്ന് വെച്ചാൽ ജനിച്ചവൻ, ഉപസർപ്പതി എന്ന് വെച്ചാൽ ചുറ്റുന്നു, ചുറ്റിപ്പിടിക്കുന്നു. ദേവമായ ഭൂമിയിൽ ജനിച്ച് വീണ ഭഗവാനെ അങ്ങയുടെ മായാശക്തി അവനെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കെട്ടിബന്ധിതനാക്കും. അതോടെ മിഥ്യാഹങ്കാരം തുടങ്ങുകയായി. അതിനെ തുടർന്ന് സംസൃതി ചക്രമേതത്, ഈ സംസാര സാഗരത്തിൽ ഒരു ചക്രം പോലെ ജനിച്ചും മരിച്ചും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന്. അപ്പോൾ എനിക്കറിയാം ഇതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്യധിക യാതനകൾ അനുഭവിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഈ ഭൂമിയിൽ അങ്ങ് ജനിച്ച് വീണു കഴിഞ്ഞാൽ അവിടുത്തെ തന്നെ പ്രകൃതിയുടെ തന്നെ മായാശക്തിയാൽ ബന്ധിതനായിട്ട് പിടികൂടിയിട്ട് അവിടെ തുടങ്ങുകയായി ഞാൻ എന്ന ദേഹബോധം. ആ ദേഹബോധം തുടങ്ങിയപ്പോൾ ദേഹബോധത്തിലിരുന്ന് ഞാൻ ചെയ്തതും പറഞ്ഞതും ചിന്തിച്ചതുമായ കാര്യങ്ങളുടെ കർമ്മപ്രാരാബ്ധത്തെ, ആ കർമ്മയെ അനുഭവിക്കാനായിട്ട് ഞാൻ ഈ സംസാരത്തിൽ ഭൂമിയിൽ വീണ്ടും ഇങ്ങനെ ജനിച്ചു മരിച്ചും ജനിമൃതി ചക്രത്തിൽ അകപ്പെട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഭൂമിയിൽ ജനിച്ചു വീഴാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു ദുഃഖം നിറഞ്ഞ കുളമാണ് ഈ ഗർഭപത്രമെങ്കിൽ ഭൂമി, ഈ ലോക ജീവിതം എന്ന് പറഞ്ഞത് ദുഃഖത്തിൻ്റെ മഹാസാഗരമാണ്. അതുകൊണ്ട് തന്നെ പിറന്ന് വീഴാനും ആഗ്രഹിക്കുന്നില്ലല്ലോ ഭഗവാനെ. കാരണം ഇവിടെ വീണപ്പെട്ടു, പിന്നെ വീണ്ടും ഈ മായയിൽപ്പെട്ട് ഈ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് കരുതി ഇതിൻ്റേതായ ചിന്തകളും ആകുലതകളും ടെൻഷനും സ്ട്രെസ്സും നിരാശയും എല്ലാം കൂടിക്കലർന്ന മാനാഭിമാന ചിന്തയും ലാഭനഷ്ടബോധവും ഇതൊക്കെ കൂടിക്കലർന്ന് ജീവിച്ച് ഇതിൻ്റെയൊക്കെ പ്രാരാബ്ധം അനുഭവിക്കാൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവസാന സമയം നിരാശയോടുകൂടി മരിച്ചുപോയി. പിന്നെ അവിടെ നിന്ന് അങ്ങയുടെ കഥ അറിയാലോ. കിങ്കരന്മാർ വന്ന് കൊണ്ടുപോകുന്നു, യമലോകങ്ങളിലും പോകുന്ന വഴിയിലും ശിക്ഷകൾ അനുഭവിച്ച് ഓരോരോ ലോകങ്ങളിലും അതാത് ശിക്ഷകളെ പേറി ഭൂമിയിൽ പ്രാണികളായി ജീവിച്ച് പ്രാരാബ്ധങ്ങൾ തീർന്ന് ശുദ്ധമാക്കുമ്പോഴാണ് പിന്നെ ഒരു മനുഷ്യജന്മം കിട്ടുക. അതും തന്നെ എങ്ങനെ കിട്ടുന്നു എന്ന് നമ്മളും കഴിഞ്ഞ സത്സംഗത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അങ്ങനെ ആ സൂക്ഷ്മ ശരീരം ആ ഒരു അച്ഛൻ്റെ പുരുഷ ബീജത്തിലേക്ക്, അവിടെ നിന്ന് അമ്മയുടെ ഗർഭത്തിലേക്കും വന്ന് ആ ഗർഭത്തിൽ 10 മാസം കിടന്ന് നിരവധി യാതനകൾ അനുഭവിച്ച് ഭൂമിയിൽ ജനിച്ചു വീണു. വീണ്ടും ഇതേ അവസ്ഥയിൽ ഞാൻ എന്ന അഹങ്കാരത്തോടുകൂടി എൻ്റെ ഉദരം നിറയ്ക്കാൻ വേണ്ടി, എൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടി, ഇത് നമ്മളുടെ ഇടയിൽ പല ആളുകൾക്കുണ്ട്. നമ്മുടെ ഉദരം നിറയ്ക്കാനും നമ്മുടെ കുടുംബത്തെ പരിപാലിക്കാനും വേണ്ടി ജീവിച്ചാൽ അത് ധാർമ്മിക ജീവിതം മാത്രമായി എന്നൊരു തോന്നലുണ്ട്. അതല്ല, ധർമ്മം എന്ന് വെച്ചാൽ അറിയേണ്ടതിനെ അറിയാതെ പോകുന്നതും അധർമ്മമാണ്. അറിയേണ്ടതിനെ അറിയാതെ. കാരണം ഈ ഒരു മനുഷ്യജന്മം കിട്ടുന്നത് എന്തിനാ? എന്തോ ഒരു കാര്യത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു ജന്മത്തിനൊരു പ്രത്യേകതയുണ്ട്. അതാണ് തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, ശരീരവും മനസ്സും ബുദ്ധിയും അടങ്ങിയ ഒരു ജന്മമാണ്. മറ്റുള്ള പ്രാണികളുടെയൊക്കെ ജന്മങ്ങൾ അവർക്ക് ആ ശരീരത്തെ നിലനിർത്താനുള്ള അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ മനുഷ്യജന്മത്തിന് മാത്രമേ പ്രചോദിതമായ ബുദ്ധിയോടെ ചിന്തിച്ച് മനസ്സുകൊണ്ട് സർവ്വപ്രപഞ്ചത്തിലും തൻ്റെ ഹൃദയത്തിലും നിറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഈശ്വര ശക്തിയെ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ഒരു ആത്മാവിന്, ആ ഒരു ജീവന് ഇങ്ങനെ ഒരു മനുഷ്യ ശരീരം സ്വീകരിക്കാൻ യോഗ്യത കിട്ടിയത്. എന്നിട്ട് അതറിയാതെ അവനവൻ്റെ ഉദരം നിറയ്ക്കാനും ലൈംഗിക സുഖത്തിന് വേണ്ടിയും കുടുംബത്തെ പ്രോപ്പിക്കാൻ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടിയും മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ അത് ധർമ്മമാണോ അധർമ്മമാണോ? തീർച്ചയായിട്ടും അത് അധർമ്മമാണ്, അല്ലേ? അപ്പോൾ ആ അധർമ്മത്തിലൂടെ ജീവിച്ച് സുഖദുഃഖങ്ങളെ അനുഭവിച്ച് മാത്രം അറിയേണ്ടതിനെ അറിയാതെ പോകുമ്പോൾ ആ അധാർമികമായ ജീവിതം നയിച്ചതിൻ്റെ ഫലമായിട്ട് ഇനി ഇങ്ങനെ എത്ര ജന്മങ്ങൾ കൊണ്ടാണ് ശുദ്ധമാക്കപ്പെട്ടിട്ട് ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് ആലോചിക്കണം. അപ്പോൾ ആ ജന്മത്തിൽ അറിയേണ്ടതിനെ അറിയാതെ ആ ഒരു അവസരം നഷ്ടപ്പെടുത്തി പോയി പിന്നെ വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു അധാർമികമായ ജീവിതം,
അതും തെറ്റ് തന്നെയാണ്. നമ്മൾ പലരും നമ്മുടെ സമൂഹത്തിനൊരു ധാരണയുണ്ട്, ആരെയും ഉപദ്രവിക്കാണ്ടിരുന്ന് അവനാൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന്. അങ്ങനെയല്ല, അതും ഇങ്ങനെ ജീവിക്കുന്നതും അധർമ്മം തന്നെയാണെന്നാണ് പറയാൻ കാരണം എന്തോ ഒരു ഞാൻ എന്ന സത്തയെ അറിയാൻ വേണ്ടി കിട്ടുന്നതാണ് ഈ ഒരു മനുഷ്യജന്മം. എന്നിട്ട് അത് പാഴാക്കി, ആ അവസരത്തെ പാഴാക്കി കളഞ്ഞ് ഈ മറ്റു പ്രാണിവർഗങ്ങളെ പോലെ കുടുംബം പരിപോഷിപ്പിക്കാൻ മാത്രമായിട്ട് ജീവിച്ചു തീർക്കുന്നത് അധർമ്മമാണല്ലോ. ആ ജന്മം അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ ഈ ഭൂമിയിൽ വന്ന് വീഴാൻ അത് കാരണം പേടിയാണ്. വന്ന് വീണാ വീണ്ടും മായയിൽപ്പെട്ട് ഞാൻ എന്നുള്ള ചിന്തയോടുകൂടി ജീവിച്ച് ഇതൊക്കെ ആ ജനിച്ചിങ്ങോട്ട് വീഴുന്നതിന് മുൻപ് ആ ഉദരത്തിൽ കിടന്നിരുന്ന് ചിന്തിച്ചത് പോലും മറന്നു പോവുകയാണ് അല്ലേ. ആ ഉദരത്തിൽ നമുക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഇത്രയും യാതനകൾ അനുഭവിച്ചെന്ന്? ആർക്കും ഓർമ്മയില്ല. അവിടെ കിടന്ന് നമ്മൾ ഈ ചിന്തിക്കുന്ന ഈ മനസ്സുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്നും നമുക്ക് ഓർമ്മയില്ല അല്ലേ. അപ്പോൾ ആ ഗർഭത്തിൽ കിടന്ന് ചിന്തിച്ച ഈ അറിവും ഈ ചിന്തകളും അവിടെ കിടന്ന് അനുഭവിച്ച ഈ യാതനകളും പുറത്തേക്ക് വീഴുന്നതോടുകൂടി മറന്നുപോയി, ഓർമ്മയിൽ നിന്ന് പോയി. പിന്നെ വിശപ്പ്, ദാഹം, അങ്ങനെയുള്ള വികാരങ്ങൾ, ഈ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട വികാര ചിന്തയോടുകൂടി, ഞാനെന്ന ചിന്തയോടുകൂടി ബന്ധങ്ങളുടെ ചൂടും സ്നേഹവും ഒക്കെ തട്ടി ആ ബന്ധനത്തിൽ മമതയോടുകൂടിയിട്ടുള്ളൊരു ജീവിതമായി പിന്നെ നയിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയിൽ ജനിച്ചു വീഴാനും പേടിയാണ്. അതിലും വലിയ ദുഃഖസാഗരാണെന്നാണ് ആ കുഞ്ഞ് പറയുന്നത്. എന്താണ് ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ഇതിലും വലിയ ദുഃഖസാഗരം എന്ന് പറയാൻ കാരണം? അതാണ് ഇനി തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. ശ്ലോകം 21. തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരിഷ്യ ആത്മാനം ആശു തമസഃ സുഹൃദ് ആത്മനാ ഏവ ഭൂയഃ യഥാ വ്യസനമേതത് അനേകരന്ധ്രം മാ മേ ഭവിഷ്യത് ഉപാസിത വിഷ്ണുപാദഃ. തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശു തമസഃ സുഹൃദാത്മനാ ഏവ ഭൂയഃ യഥാ വ്യസനമേതത് അനേകരന്ധ്രം മേ ഭവിഷ്യത് ഉപാസിത വിഷ്ണുപാദഃ. തസ്മാത് ആ കുഞ്ഞ് പറയാണ്, അതുകൊണ്ട് അഹം ഞാൻ വിഗത വിക്ലവഃ. വിഗതം എന്ന് വെച്ചാൽ ഇല്ലാതാക്കും, വിക്ലവം എന്ന് വെച്ചാൽ ദുഃഖം. ഈ ഭൂമിയിലുള്ള ഈ സംസാര ദുഃഖത്തെ ഞാൻ ഇല്ലാതാക്കി, ഉദ്ധരീഷ എന്നെ തന്നെ മോചിപ്പിക്കും, ആത്മാനം ഞാൻ സ്വയം എന്നെ മോചിപ്പിക്കും, ആശു വളരെ പെട്ടെന്ന് എന്തിൽ നിന്നും മോചിപ്പിക്കും? തമസ ഈ അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ നിന്നും ഞാൻ വളരെ പെട്ടെന്ന് എന്നെ തന്നെ മോചിപ്പിക്കുന്നു. ആരെയും പറയണമെന്നറിയോ? ഈ കുഞ്ഞ് ഈ ഗർഭത്തിൽ കിടന്നിട്ട് ശപഥം എടുക്കുക. ഈ കുഞ്ഞ് നമ്മൾ ഓരോരുത്തരാണെന്ന് ആലോചിക്കണം കേട്ടോ. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ അമ്മയുടെ ഗർഭത്തിൽ നിന്നൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ ഇങ്ങനെ ഈ ജനിമൃതി ചക്രത്തിൽ എനിക്കിങ്ങനെ പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ദുഃഖങ്ങളിൽ നിന്നൊക്കെ പുറത്ത് കടക്കും. ഞാൻ ഈ അറിവില്ലായ്മയുടെ അന്ധകാരത്തെ, ഞാൻ ഈ വ്യക്തിയാണ്, ഈ ശരീരമാണ് എന്ന ഈ അഹംബോധത്തെ, ഈ അന്ധകാരത്തെ വളരെ പെട്ടെന്ന് ഇല്ലാതാക്കി ഞാൻ സ്വയം തന്നെ ഇല്ലാതാക്കും, അതിനെ ഇല്ലാതാക്കും എന്ന് പ്രതിജ്ഞ ചെയ്യാണ്. സുഹൃദാത്മനായേവ നമ്മുടെ എന്നും എപ്പോഴും ഗർഭത്തിലിരിക്കുമ്പോഴും ഭൂമിയിൽ ജീവിക്കുമ്പോഴും മരണശേഷവും ഒക്കെ ഒരേ ഒരു സുഹൃത്ത്, നമ്മുടെ സുഹൃത്തായിരിക്കുന്ന ആ ഈശ്വരനോട് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടാണ് പോന്നിരിക്കണേന്ന്. ഞാൻ എത്രയും പെട്ടെന്ന് ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ആരാണെന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞ് മുക്തിയെ, ഇനി ഒരു ജനനത്തിന് കാരണമാവില്ല, ഇനി ഒരു പുനർജന്മത്തിലേക്ക് പോവാതെ മുക്തിയെ പ്രാപിക്കും, ഈ അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ നിന്ന് ഞാൻ സ്വയം ശ്രമിച്ച് ഞാൻ പുറത്ത് കടക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എന്നിട്ട് ഭൂയഃ വീണ്ടും യഥാ എപ്രകാരമാണോ വ്യസനം ഏതത് അനേകരന്ധ്രം, വ്യസനം നിറഞ്ഞ ദുഃഖം നിറഞ്ഞ അനേകരന്ധ്രം, അനേകം ഗർഭപാത്രങ്ങളിൽ ഇങ്ങനെ വന്ന് പിറക്കുന്നതിനെ മാ ഭവിഷ്യത് എന്ന് വെച്ചാൽ മാ എന്നാൽ അരുത്, ഭവിഷ്യത് എന്ന് വെച്ചാൽ ഉണ്ടാവുക, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എനിക്ക് ഉപാസിത ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, എൻ്റെ മനസ്സിൽ വിഷ്ണുപാദ സ്മരണ, എൻ്റെ മനസ്സിൽ ഞാൻ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുള്ള ആ ഭഗവാന്റെ തൃപ്പാദങ്ങളുണ്ടല്ലോ, ആ പാതാരവിന്ദങ്ങളുടെ സ്മരണയോടുകൂടി സദാ ജീവിക്കുക. അതുമാത്രമേ ഉള്ളൂ തിരിച്ച് ഈ ഒരു അനേകം ഗർഭപാത്രത്തിൽ വന്ന് പിറക്കുന്നത് സംഭവിക്കാതിരിക്കാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. സദാ മനസ്സിൽ ആ തൃപ്പാദങ്ങളെ കണ്ടുകൊണ്ട് സ്മരണയോടുകൂടി ശരീരവും മനസ്സും ബുദ്ധിയും ചലിക്കുമ്പോഴും
ചലിപ്പിക്കുമ്പോഴൊക്കെ ആ ചലിപ്പിക്കുന്ന ശക്തിയെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതു മാത്രമേ ഈ ജനിമൃതി ചക്രത്തിൽ വന്ന് പെടാതിരിക്കാനുള്ള ആകെയുള്ള ഒരു ഉപാധി. അതുകൊണ്ട് ഞാനത് മനസ്സിലാക്കിയിട്ട് ഇന്ന് മുതൽ ഈ ഒരു ജന്മത്തിൽ തന്നെ ആ അറിവില്ലായ്മയുടെ അന്ധകാരത്തെ മാറ്റി ഞാൻ എന്നെ സ്വയം മുക്തിയിലേക്ക് നയിക്കുമെന്ന് എന്നും എക്കാലത്തും സുഹൃത്തായിരിക്കുന്ന ഭഗവാന് പ്രതിജ്ഞ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ആ കുഞ്ഞ് പിന്നീട് പുറത്തേക്ക് വരുന്നത്. ഗർഭത്തിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക കുഞ്ഞിൻ്റെ കാര്യമല്ല, എല്ലാ മനുഷ്യരും ആ ഗർഭത്തിൽ 10 മാസം കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ആ ഈശ്വരന് ശപഥം ചെയ്ത് പ്രതിജ്ഞയൊക്കെ വാക്കൊക്കെ കൊടുത്തിട്ടാണ് പോരുന്നത്. സദാ എൻ്റെ മനസ്സിൽ അങ്ങയുടെ തൃപ്പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞാൻ ആ തൃപ്പാദ സ്മരണയോടുകൂടി ഞാൻ ജീവിക്കും. കാരണം അതേ ഉള്ളൂ ഒരു ഉപാധി എന്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഈ ജനിമൃതി ദുഃഖം നിറഞ്ഞ അനേകം ഗർഭപാത്രത്തിൽ ഇങ്ങനെ പല രീതിയിൽ വന്നു പിറക്കുന്നത് ഇല്ലാതാക്കാൻ, അത് സംഭവിക്കാതിരിക്കാൻ, ഞാൻ എന്ന അഹങ്കാരം ഇല്ലാതിരിക്കാൻ സദാ ഭഗവാന്റെ തൃപ്പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ആ ശക്തിയാണ് എൻ്റെ ശരീരമനോബുദ്ധിയെ ചലിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സ്മരണയോടുകൂടി ഞാൻ ജീവിക്കും. അങ്ങനെ എനിക്ക് ഈ ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും എന്ന് ഈശ്വരന് വാക്കുകൊടുത്തിട്ടാണ് ഓരോ കുഞ്ഞും പുറത്തേക്ക് വരുന്നത്. ശ്ലോകം 22 കപില മഹർഷി പറയാണ് കേട്ടോ. കപില ഉവാച ഏവം കൃതമതി ഗർഭേ ദശമാസ്യ സ്തുവൻ ഋഷി സദ്യ ക്ഷിപതി അവാജീനം പ്രസൂതൈ സൂതിമാരുതഃ. അങ്ങനെ ഏവം ഇപ്രകാരം കൃതമതി, അതായത് ആ ഒരു ബുദ്ധിയോടുകൂടി, അറിവ് നേടിയ ആ ഒരു വിവേകമുള്ള ബുദ്ധിയോടുകൂടി ഗർഭത്തിൽ വെച്ച് ദശമാസ്യ 10 മാസം എത്തുന്നതുവരെ ഋഷി, ആ കുഞ്ഞിനെ ഋഷി എന്ന് വിളിക്കുന്നത് ഞാൻ എന്ന അഹങ്കാരമില്ലാത്തത് കൊണ്ട് ഋഷി തുല്യമായ ആ കുഞ്ഞ് സ്തുവൻ, ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ച് കിടക്കുകയാണെന്നും എല്ലാ യാതനകളും വേദനകളും അനുഭവിക്കുന്നുണ്ടെങ്കിലും 10 മാസം ആ കുഞ്ഞ് ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ ദുഃഖങ്ങളോടൊപ്പം ഭഗവാനെ സ്തുതിച്ച് കിടക്കുമ്പോൾ സദ്യ 10 മാസം ആവാറായപ്പോൾ പെട്ടെന്ന് തന്നെ ക്ഷിപതി താഴേക്ക് തള്ളപ്പെടുന്നു. അവാജീനം താഴെ തല കീഴായിട്ട്, അവാജീനം എന്ന് വെച്ചാൽ തല കീഴേക്കായിട്ട് താഴേക്ക് പതിക്കുന്നു. സൂതിമാരുത പ്രസവ സമയത്തെ വായു ഉണ്ടല്ലോ, ആ വായുവിൻ്റെ സമ്മർദ്ദത്താൽ പ്രസവിക്കാനായിട്ട് ജനനം ഭൂമിയിലേക്ക് വന്ന് വീഴാനായിട്ട് പ്രസവ സമയത്തെ വായുവിൻ്റെ സമ്മർദ്ദത്താൽ തല കീഴേക്കായിട്ട് ഈ കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്താണ് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ആ വായുവിൻ്റെ സമ്മർദ്ദം വരുന്നതും താഴേക്ക് ഇറങ്ങുന്നത്. നോക്കൂ, നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വലിക്കുന്ന ആ പ്രാണവായുവിനെ നമ്മൾ അറിയുന്നു എന്ന് പറഞ്ഞില്ലേ, ഇതേ വായുവിൻ്റെ സമ്മർദ്ദം. അപ്പോൾ ആ കുഞ്ഞിനെ പുറത്തേക്ക് തള്ളുന്നത് പോലും ആ ശക്തിയാണ്. കണ്ടോ, ആ ഒരു ശക്തിയുടെ, ആ പ്രകൃതി ശക്തിയുടെ സമ്മർദ്ദം കൊണ്ടാണ് സൃഷ്ടി എന്ന പ്രക്രിയ പോലും നടക്കുന്നത്. അതിന് സ്ത്രീ ശരീരം ഒരു ഉപാധിയാവുന്നു എന്ന് മനസ്സിലായോ? സ്ത്രീയുടെ ശരീരം, ആ പ്രകൃതി ശക്തി സ്ത്രീ ശരീരത്തെ ഉപയോഗിച്ച് സൃഷ്ടി എന്ന കർമ്മം, ഒരു ജനനം എന്ന കർമ്മം അവിടെ നടത്തുകയാണ്. അതിന് പോലും ആ ഒരു സമ്മർദ്ദം, വായുവിൻ്റെ ആ സമ്മർദ്ദം, ഒരു ഫോഴ്സ്, ഒരു ശക്തി അവിടെ ആവശ്യമാണ്. അപ്പോൾ അത്രയും ആ ഒരു സ്ത്രീ ശരീരത്തിൻ്റെ പ്രാധാന്യം, അമ്മ പ്രകൃതി എന്ന ശക്തി ജനനത്തിന് വേണ്ടി ഉപാധിയായി ഉപയോഗിക്കുന്നത് സ്ത്രീയുടെ ശരീരത്തെയാണെന്ന് പറയുമ്പോൾ അത്രയ്ക്കും മൂല്യവത്താണ് സ്ത്രീ ശരീരം എന്നുകൂടി അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. ശ്ലോകം 23 അങ്ങനെ പുറത്തേക്ക് തല കീഴായിട്ട് വരുമ്പോൾ തേന അവസൃഷ്ട സഹസാ കൃത്വ അവാക്ശിര ആതുരഃ വിനിഷ്ക്രാമതി കൃച്ഛേന നിരുച്ഛ്വാസ ഹതസ്മൃതി. തേന അവസൃഷ്ട സഹസാ കൃത്വ അവാക്ശിര ആതുരഃ വിനിഷ്ക്രാമതി കൃച്ഛേന നിരുച്ഛ്വാസ ഹതസ്മൃതി. തേന ആ വായുവിൻ്റെ സമ്മർദ്ദത്താൽ അവസൃഷ്ട താഴേക്ക് തള്ളപ്പെട്ടിട്ട് സഹസ പെട്ടെന്ന് തന്നെ കൃത്വ എന്താ പറയുക, കൃത്വ എന്ന് വെച്ചാൽ ആക്കപ്പെടുന്നു എന്ന്, അവാക്ശിര അവൻ്റെ ശിരസ്, കുഞ്ഞിൻ്റെ ശിരസ് താഴേക്ക് ആക്കപ്പെട്ടിട്ട് ആതുര വിഷമിക്കുന്നു എന്ന്. അതായത് ആ വായുവിൻ്റെ സമ്മർദ്ദം, ഒരു പിന്നീന്ന് ഇത്രയും മൃദുമേനിയോടുകൂടിയ ഒരു കുഞ്ഞാണല്ലോ, ആ കുഞ്ഞ് ഇങ്ങനെ ഒരു വായുവിൻ്റെ ശക്തമായ സമ്മർദ്ദം വരുമ്പോൾ തല താഴേക്ക് ഇട്ടിട്ട് അത് ആ താഴേക്ക് ഇങ്ങനെ തള്ളി ഇങ്ങോട്ട് വിടുമ്പോൾ അമ്മ പ്രസവവേദന അനുഭവിക്കുന്നതിൻ്റെ ഇരട്ടി വേദനയാണെന്ന് ഞെരുങ്ങി പുറത്തേക്ക് വരുന്ന ആ കുഞ്ഞ് അനുഭവിക്കുന്നത്. അതാണ് അത്രയും കരച്ചലോടുകൂടി കുഞ്ഞ് വരുന്നത് എന്നാണ് പറയുന്നത്.
എപ്പോഴും അമ്മമാരുടെ വേദന മാത്രമല്ലേ എല്ലാവരും പറയാറുള്ളൂ. പ്രസവ വേദന, അമ്മയുടെ വേദന എന്ന് പറയില്ലേ. ഏറ്റവും വലിയ വേദന പ്രസവ വേദന, അമ്മ അനുഭവിക്കുന്ന വേദന. പക്ഷേ മോനെ, അച്ഛനെ തിരിച്ചു വിളിക്കുക, രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കുക. അപ്പോൾ ആ പ്രസവ വേദന അമ്മ അനുഭവിക്കുന്നതിനേക്കാൾ ഇരട്ടി വേദനയാണെന്ന് ആ കുഞ്ഞ് താഴേക്ക് വരുമ്പോൾ. കാരണം മൃദുവായ ശരീരം വായുവിൻ്റെ സമ്മർദ്ദത്താൽ തല താഴേക്കായിട്ട് ആ കുഞ്ഞിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ, അത്രമാത്രം വിഷമം അനുഭവിച്ചു വരുമ്പോൾ വിനിഷ്ക്രാമതി, അവൻ പുറത്തു വരുന്നു. വിനിഷ്ക്രാമതി എന്ന് വെച്ചാൽ പുറത്തേക്ക് വരുന്നു. കൃച്ഛേണ എന്നുവെച്ചാൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് വേദനയോടുകൂടി ഞെരുങ്ങിയിട്ട് പുറത്തേക്ക് വരുമ്പോൾ ശ്വാസം പോലും കിട്ടില്ല എന്ന് ആ കുഞ്ഞിന്. ശ്വാസം കിട്ടാതെ ഹതസ്മൃതി, ആ വേദന അനുഭവിച്ച് പുറത്തേക്ക് വരുന്നതോടുകൂടി അവൻ ഉദരത്തിൽ കിടന്നറിഞ്ഞ ആ ബോധം, അറിവ്, അവിടെ കിടന്ന് അനുഭവിച്ച യാതനകളും ഹതസ്മൃതി, ഓർമ്മയിൽ നിന്ന് പോകുന്നു എന്ന്. അപ്പോൾ തല കീഴായിട്ട് 10 മാസം അവിടെ കിടന്ന് ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ച് കിടക്കുമ്പോൾ പെട്ടെന്നാണ് സമയമായി പ്രകൃതി നിശ്ചയത്താൽ ആ വായുവിൻ്റെ സമ്മർദ്ദം, ആ ശക്തിയുടെ തള്ളൽ വന്നപ്പോൾ ആ കുഞ്ഞ് തല കീഴായി പുറത്തേക്ക് വരുന്നു. ഈ വായുവിൻ്റെ സമ്മർദ്ദത്താൽ താഴേക്ക് ഇറങ്ങി വരുന്ന കുഞ്ഞിന് ആ ഇറങ്ങി വരുമ്പോൾ ഈ തള്ളൽ സംഭവിക്കുമ്പോൾ കുഞ്ഞിൻ്റെ മൃദുമേനി അത്രമാത്രം വേദനകൾ അനുഭവിച്ചിട്ടാണ് തല താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അങ്ങനെ ആ പ്രസവ സമയത്ത് അത് വരുമ്പോൾ ആ ശരീരം മുഴുവൻ ഞെരുങ്ങി വരുന്നതിൻ്റെ വേദനയോടുകൂടി വരുന്ന സമയത്ത് ശ്വാസവും കിട്ടില്ല. ആ സമയത്ത് ആ പിടച്ചിലിൽ ആ കുഞ്ഞിന് ആ ഗർഭത്തിൽ കിടന്ന് അവൻ മനസ്സിലാക്കിയ ഈശ്വര സ്മരണ, മനസ്സിൽ കണ്ട ഭഗവാന്റെ തൃപ്പാദങ്ങൾ എല്ലാം അതുപോലെ അവിടെ കിടന്ന് അനുഭവിച്ച യാതനകളും അവൻ്റെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് അത്രയും ശ്വാസം കിട്ടാതെ വേദന അനുഭവിച്ചാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ജനിക്കുന്ന സമയത്തും ശ്വാസം കിട്ടാതെ പിടച്ചലുണ്ട്, പോകുന്ന സമയത്തും ആ ശ്വാസം കിട്ടാതെ പിടച്ചലുണ്ട് എന്നർത്ഥം. അപ്പോൾ അത്രയും വേദനയോടെ വരുന്നതോടുകൂടി അവിടെ കിടന്ന് മനസ്സിലാക്കിയ അറിവും അവിടെ കിടന്ന് അനുഭവിച്ച യാതനയും മറന്നു പോകുന്നു. ശ്ലോകം 24. പതിതഃ ഭൂവി പതിതഃ ഭുവി അസൃഗ്മൂത്രേ വിഷ്ടാഭൂ ഇവ ചേഷ്ടതേ രോരുയതി ഗതേ ജ്ഞാനേ വിപരീതാം ഗതിം ഗതഃ. പതിതഃ എന്നിട്ട് ഭൂമിയിൽ പതിച്ച ഭുവി, ആ ഭൂമിയിൽ പതിച്ച കുഞ്ഞ് അസംമൂത്രം ഒറ്റയ്ക്കല്ലല്ലോ വരുന്നതോടൊപ്പം അമ്മയുടെ മലമൂത്രങ്ങൾ, രക്തം ഇതോടൊക്കെ കൂടിയിട്ടാണ് വരുന്നത്. അതിലങ്ങനെ വിഷ്ടാഭൂ ഒരു വിരയെ പോലെ ഇവ പോലെ ചേഷ്ടതേ കിടന്നു ഉഴലുന്നു എന്ന്. അതായത് പുറത്തേക്ക് ഭൂമിയിൽ വന്ന് ആ കുഞ്ഞ് വീഴുമ്പോൾ മൂത്രവും രക്തവും ഒക്കെ ഉണ്ടാവും ആ കുഞ്ഞിനോടൊപ്പം. അപ്പോൾ അതിലിങ്ങനെ ഇങ്ങനെ മലമൂത്രത്തിൽ കിടക്കുന്ന ഒരു വിര അതിൽ കിടന്നിങ്ങനെ ഇഴയില്ലേ, കിടന്ന് ഉഴലുന്ന പോലെ ഈ മലമൂത്രങ്ങളും രക്തവും ഇതിൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞ് ഇതിനോടൊപ്പം പുറത്തേക്ക് വന്ന് വീഴുന്ന കുഞ്ഞ് അതിൽ കിടന്ന് ഇങ്ങനെ കരഞ്ഞ് കൈകാലിട്ട് ഇങ്ങനെ ഉഴലുന്നത് കാണാമെന്ന്. ഒരു വിര കിടന്ന്, അതാണ് ഒരു വിരയെ പോലെ, വിഷ്ടാഭൂ ഇവ വിരയെ പോലെ അതിൽ കിടന്ന് ഉഴലുന്നു. എന്നിട്ട് ഗതേജ്ഞാനേ ആ വീഴുന്നതോടുകൂടി അറിവൊക്കെ നഷ്ടപ്പെട്ടു. അവൻ നേടിയ ഉദരത്തിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അവബോധം പോയിട്ട് വിപരീതം, നേരെ വിപരീതമായ ഗതിം ഗതഃ ആ അജ്ഞാനത്തെ പ്രാപിച്ചിട്ട്, ആ വിപരീതമായ ജ്ഞാനത്തിൻ്റെ ബോധം പോയി അജ്ഞാനത്തിൻ്റെ ബോധത്തെ പ്രാപിച്ചിട്ട് രോരുയതി ഉറക്ക കരയുകയും ചെയ്യുന്നെന്ന്. ആ ജനിച്ച് വീഴുന്നതോടുകൂടി അറിവ് പോയി, ഓർമ്മയും പോയി. എന്നിട്ട് അജ്ഞാനത്തെ ബാധിച്ച് എൻ്റെ ശരീരം വേദനിക്കുന്നു എന്ന ആ അജ്ഞാനത്തെ, ആ അറിവില്ലായ്മയെ, അജ്ഞാനത്തെ പ്രാപിച്ചിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. ശ്ലോകം 25. പരച്ഛന്തം ന വിദുഷ പുഷ്യമാണഃ ജനേന സാ അനഭിപ്രേതം ആപന്നഃ പ്രത്യാഖ്യാതും അനീശ്വരഃ. പരച്ഛന്നം, ഇനി ഭൂമിയിൽ അങ്ങനെ ജനിച്ചു വീഴുന്ന ഒരു നവജാത ശിശു അത് അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഭൂമിയിലേക്ക് വീണു, ഇനി വന്ന് വീണ് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് അനുഭവിക്കുന്ന ദുരിതങ്ങൾ. പരച്ഛന്നം
മറ്റൊരാളുടെ ആഗ്രഹത്തെ ന വിദുഷ അറിയാൻ കഴിയാത്ത ജനേന ബന്ധുമിത്രാദികൾ, അമ്മ, അച്ഛൻ, മുത്തശ്ശൻ, മുത്തശ്ശി, സഹോദരങ്ങൾ, അങ്ങനെയുള്ള ബന്ധുമിത്രാദികളാൽ പുഷ്യമാണഹ പരിപോഷിപ്പിക്കപ്പെടുന്ന സഹ ആ നവജാത ശിശു. അവന് പറയാൻ പറ്റുമോ എനിക്കിപ്പോൾ പാലാണ് വേണ്ടത്, എനിക്ക് വയറ് വേദനിക്കുന്നു, എനിക്കിങ്ങനെ കിടന്നിട്ടും മതി, ഇതൊന്നും പറയാൻ പറ്റില്ല ഒരു നവജാത ശിശുവിന്, അല്ലേ? കരയാൻ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ കിടക്കുന്നു. എന്നാൽ നമ്മളുടെ അവസ്ഥ എന്താ? നമ്മളൊക്കെ ഊഹാപോഹങ്ങളാണ്, അല്ലേ? കുഞ്ഞ് ദേ കരയുന്നു, അപ്പം കുഞ്ഞിന് ഇപ്പം ഇന്നതായിരിക്കും വേണ്ടത്. പാല് കുടിച്ചു കഴിഞ്ഞാൽ കരയുന്നു, ദേ ഛർദ്ദിക്കുന്നു, അപ്പോൾ ഇന്നതാണ് ചെയ്യേണ്ടത്. ഇന്നൊക്കെ നമ്മൾ ഊഹിക്കുകയാണ്. കുഞ്ഞ് പറഞ്ഞിട്ടല്ല നമ്മൾ അറിയുന്നത്, നമ്മുടെ അച്ഛനമ്മമാർ പറഞ്ഞു തന്ന് അവർക്ക് അവരുടെ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പരമ്പരാഗതമായി കിട്ടിയ അറിവ് വെച്ച് നമ്മളൊക്കെ ഊഹിച്ചാണ് ഒരു നവജാത ശിശുവിനെ വളർത്തുന്നത്. ഇപ്പം ഇതായിരിക്കും വേണ്ടത്, ഇപ്പം ഇതായിരിക്കും വേണ്ടത് എന്നൊക്കെ നമ്മൾ ഊഹിക്കുന്നു. അതാണ് ഇവിടെ പരച്ചന്നം ന വിദുഷ. മറ്റൊരാളുടെ ഉള്ളിലെ, കുഞ്ഞിൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അച്ഛൻ, അമ്മ, ബന്ധുമിത്രാദികളാൽ വളർത്തപ്പെടുന്ന ആ നവജാത ശിശു അനഭിപ്രേതം ആപന്ന, അനഭിപ്രേതം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ ആപന്ന സ്വീകരിക്കാൻ നിർബന്ധിതനാവുന്നു. അതായത് അതിന് പലതും അതിനാവശ്യമുള്ളതായിരിക്കില്ല, നമ്മൾ ഊഹാപോഹം വെച്ച് ചെയ്യുന്നതാ. അതിന് പലപ്പോഴും ആവശ്യമുള്ളതായിരിക്കില്ല നമ്മൾ കൊടുക്കുന്നത്, അതിനിട്ട് പറയാനും പറ്റില്ല. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതിന് ആ സമയത്ത് ആവശ്യമില്ലാത്തതാവുമ്പോൾ ആ കുഞ്ഞ് ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ സ്വീകരിക്കാൻ നിർബന്ധിതനായിട്ട് പ്രത്യാഖ്യാതും അതിനെ നിരസിക്കാൻ അനീശ്വര അശക്തനായി തീർന്നു. അതായത് അത് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാനോ പ്രതികരിക്കാനോ അറിയാത്തത് കൊണ്ട് അതിനെയൊക്കെ നിരസിക്കാൻ ശക്തിയില്ലാത്തവനായിട്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ സ്വീകരിക്കാൻ അങ്ങനെ നിർബന്ധിതനായി കഴിയുന്ന കാലമാണ് ഒരു നവജാത ശിശുവിൻ്റെ കാലം. അപ്പോൾ ഒരു നവജാത ശിശു, ജനിച്ചു വീണ നവജാത ശിശുവിൻ്റെ ആ ജീവിതകാലം, ഒരു 6 മാസം വരെയുള്ള കാലം അല്ലെങ്കിൽ 1 വയസ്സ് വരെയുള്ള കാലം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഉള്ളിലെ, ആ കുഞ്ഞിൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്തെന്ന് അറിയാൻ കഴിയാത്ത ബന്ധുമിത്രാദികളാൽ സംരക്ഷിക്കപ്പെടുന്ന ആ കുഞ്ഞ് അതിന് വേണ്ട, അതിൻ്റെ താല്പര്യക്കുറവ്, അതിന് പറയാൻ പോലും ശക്തിയില്ലാതെ അതിനിഷ്ടപ്പെടാത്ത കാര്യങ്ങളെ സ്വീകരിക്കാൻ നിർബന്ധിതനായിട്ട് കഴിയുന്ന കാലമാണ് നവജാത ശിശുവായിരിക്കുന്ന കാലം. അപ്പോൾ അവിടെ പൂർണ്ണമായ ഒരു സംതൃപ്തി. അതുകൊണ്ടാണ് പലപ്പോഴും എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ പോലും അറിയില്ല, എന്നിട്ട് ഇങ്ങനെ കരച്ചിൽ മാത്രമാണ്. എങ്ങനെ തോളിലിട്ടാലും കുട്ടികളെ കരച്ചിൽ മാറ്റണില്ല. അപ്പം അതിൻ്റെ അസ്വസ്ഥത അതിന് അങ്ങനെ മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പം അമ്മമാരും മുത്തശ്ശിമാരൊക്കെ പല വിധത്തിലും അതിനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒക്കെ ആ വാശി മാറ്റാൻ ശ്രമിക്കുന്നു. നമ്മളൊക്കെ ഊഹിക്കുകയാണ്, ഇന്നത് ചെയ്തു ശരിയാവണില്ല, ഇന്നത് ചെയ്തു ശരിയാവണില്ല, അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചു, എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പല വിധത്തിലും നമ്മൾ ഊഹിച്ച് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്നൊരു കാലമാണ് ആ നവജാത ശിശുവായിരിക്കുന്ന കാലം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ആ കാലം, ആ മനസ്സ്, അവിടെയും മനസ്സുണ്ട്, കാരണം സൂക്ഷ്മ ശരീരം ഉണ്ടല്ലോ, ആ സൂക്ഷ്മ ശരീരത്തിന് മനസ്സുണ്ട്, ആ മനസ്സ് പൂർണ്ണ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കണേ എന്ന് അപ്പോഴും പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അവിടെ പലതും പ്രകടിപ്പിക്കാൻ ശരീരത്തിന് ശക്തിയില്ലാത്തത് കൊണ്ട് ഇഷ്ടപ്പെടാത്തതിനെ സ്വീകരിച്ച് കഴിയുന്ന ഒരു കാലമാണ് ആ 1 വയസ്സ് വരെ നവജാത ശിശുവായിരിക്കുന്ന കാലം എന്ന് പറയുന്നത്. കരച്ചിൽ മാത്രമേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ആ ഒരു കാലത്ത് ആ മനസ്സ് പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്നു എന്ന് ഒരിക്കലും, പൂർണ്ണം പോയിട്ട് ഒരു 20% പോലും സന്തോഷം അനുഭവിക്കുന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇനി ശ്ലോകം 26, ഇനി അവിടെ നിന്ന് വളർന്നു വലുതാവുന്നതാണ്. ശായിദഃ അശുചിപര്യങ്കേ ജന്തു ശ്വേതജ ദൂഷിതേ ന ഈശ നേശഃ എന്നുവെച്ചാൽ ന ഈശഃ കണ്ടൂയനെ അംഗാനാം ആസന ഉത്താന ചേഷ്ടേന. ശായിദഃ അശുചിപര്യങ്കേ ജന്തുഃ ശ്വേതജ ദൂഷിതേ ന ഈശ കണ്ടൂയനെ അംഗാനാം ആസന ഉത്താന ചേഷ്ടനെ. ശായിദ എന്ന് വെച്ചാൽ കിടക്കുക, ആ കുഞ്ഞ് കിടക്കുന്നത് അശുചി പര്യങ്കി വൃത്തിഹീനമായ ചില സാഹചര്യങ്ങളിലായിരിക്കും, എപ്പോഴും അല്ല ചില സമയത്ത്. അതായത് കിടന്നുകൊണ്ടാണ് മൂത്രമൊഴിക്കുക, അപ്പിയിടുക. പിന്നെ അതുമാത്രമല്ല കുറച്ച് നേരം കിടന്നു കഴിയുമ്പോൾ മലർന്നാണ് കിടക്കുന്നതെങ്കിൽ അവർക്ക് വിയർപ്പ് വരുന്നുണ്ടാവുമല്ലോ ആ ശരീരത്തിന്, പുറം ഭാഗം വിയർത്തുണ്ടാവും, അല്ലെങ്കിൽ സൈഡ് ചെരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ വിയർത്തുണ്ടാവും. അതിന് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് വിയർത്തിട്ടാണ് കിടക്കുന്നത്, ഞാൻ മൂത്രത്തിലാണ് കിടക്കുന്നത് എന്ന്. നമ്മൾ ഇപ്പോഴത്തെ അമ്മമാർ പണ്ടൊക്കെ ആണെങ്കിൽ തുണിയാണ്
തുണിയാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ നനയുമ്പോഴെങ്കിലും മാറ്റാം. ഇപ്പോഴത്തെ അമ്മമാർക്ക് തുണി അലക്കാൻ മടിയായിട്ട് ഒക്കെ ഈ നാപ്കിനാണല്ലോ വെച്ച് കൊടുക്കുന്നത്. അതിലൊരു 4 പ്രാവശ്യം ചിലപ്പോൾ മൂത്രം പോയിട്ടുണ്ടാവും. അതിൻ്റെ ഭാരം ഓരോ കുട്ടികൾ നടക്കണതാണെങ്കിൽ തൂങ്ങി കിടക്കുന്നുണ്ടാവും. എത്ര മൂത്രമാണ് പോയിണ്ടാവുക എന്നറിയോ. അതും ആ വെയിറ്റും കൊണ്ടാണ് നിങ്ങളിങ്ങനെ അതിൻ്റെ ഭാരം കൂടിയും പേറിയിട്ടായിരിക്കും ആ കുട്ടികൾ നടക്കുക. അതൊന്ന് ഊരി മാറ്റി എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. അതിനവർ അശക്തരാണ്. അപ്പോൾ അത് പേറി അവർ നടക്കും. അത് പണ്ടുള്ളവരാണെങ്കിൽ തുണി കൊണ്ട് കെട്ടിവെച്ച തുണി നനഞ്ഞ് ആ തുണി മാറ്റിയെങ്കിലും ചെയ്യും. ഇപ്പം അത്രയും മടിയാണ് അമ്മമാർക്ക്. അപ്പോൾ അതിൻ്റെ മൂത്രവും അപ്പിയും ഒക്കെ പോകും, മലവും മൂത്രവും ഒക്കെ ഇങ്ങനെ പോകുന്നതിലാണ് ആ കുഞ്ഞ് കിടക്കുന്നത്. ജന്തു എന്ന് വെച്ചാൽ ആ കുഞ്ഞും. അപ്പോൾ ശ്വേതജ ദൂഷിതേ, അപ്പം മലം, മൂത്രം, വിയർപ്പ് ഇവയാൽ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ശ്വേതജ എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പം മൂത്രത്തിൻ്റെ മണം അല്ലെങ്കിൽ അപ്പിയൊക്കെ പോയിട്ടുണ്ട് അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈച്ചയും കൊതുകുകളൊക്കെ വന്നിരിക്കും. ഇത്തിരി വൃത്തിഹീനമായിട്ടാണ് നല്ല വൃത്തി പോലെ അത് അപ്പാപ്പ മാറ്റി ആ തുണികൾ ചിലപ്പോൾ ചില അമ്മമാർ കാണാം ഇങ്ങോട്ട് എടുത്ത് ഒരു മുക്കിൽ കൂട്ടിയിടുന്നത്. അതിനെ അപ്പാപ്പ കൊണ്ടുപോയി കഴുകിയിടാനൊക്കെ മടിച്ചിട്ട് ഒരു മുക്കിൽ കൂട്ടിയിടാം മൂത്ര തുണികളൊക്കെ. അപ്പോൾ അങ്ങനെ ഒക്കെ വൃത്തിഹീനമായി കിടക്കുമ്പോൾ ഇതിൽ ഈച്ച വന്നിരിക്കും, കൊതുകുകൾ വന്നിരിക്കും, പ്രാണികൾ വരും, ഈ ഉറുമ്പായിരിക്കും. ഇതൊക്കെ നേരെ കുട്ടിയുടെ വന്ന് കുറേശ്ശെ അതിൻ്റെ കുഞ്ഞു മേനിയിൽ ശരീരത്തിൽ ഇങ്ങനെ കടിക്കാൻ തുടങ്ങും. അപ്പോൾ ആ പ്രാണികളുടെ ശല്യം കുഞ്ഞിനെ അനുഭവിക്കേണ്ടി വരും. പിന്നെ ഈ മൂത്രമപ്പി ഇങ്ങനെ വൃത്തിഹീനമായതിൽ ഛർദ്ദിച്ചത് ഇതിലൊക്കെ കുഞ്ഞ് കിടക്കേണ്ടിയും വരുന്നു. പിന്നെ ഈശ എന്ന് വെച്ചാൽ ശക്തിയില്ല എന്ന്, കണ്ടൂയനെ എന്ന് വെച്ചാൽ ചൊറിച്ചിൽ. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഈ ശരീരത്തിൻ്റെ പല ഭാഗത്തും സ്കിൻ ഡിസീസ് ചൊറിച്ചിൽ വരുന്നത് ഇതുകൊണ്ടാണ് എന്ന്. അങ്കാനാം അതിൻ്റെ ശരീരാവയവങ്ങളിൽ പല ഭാഗത്തും ചൊറിച്ചൽ അനുഭവപ്പെട്ടിട്ട് ആസനഹ എന്ന് വെച്ചാൽ ഇരിക്കാൻ, ഉത്താന എഴുന്നേറ്റ് നിൽക്കാൻ, ചേഷ്ടേന കൈകാലിട്ട് അനക്കി എന്തെങ്കിലും എവിടേക്ക് പതുക്കെ നീങ്ങാനും ഒന്നും ഈശ ശക്തിയില്ലാതെ ആ കുഞ്ഞ് പല ഭാഗത്തും ചൊറിയുന്നുണ്ട് എന്ന് കുട്ടിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു നവജാത ശിശുവിന് കരയാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഈച്ച, കൊതുക്, കൊച്ചു കൊച്ചു പ്രാണികൾ, ഉറുമ്പ് ഇതൊക്കെ കടിക്കുകയാണ് ഈ മലവും മൂത്രമൊക്കെ പോകുന്നത്. ആ മുറിയിലും കുഞ്ഞ് കിടക്കുന്ന പായയിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് പലയിടത്തും കുട്ടിക്ക് ചൊറിച്ചൽ ശരീരത്തിൽ അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ ആ ചൊറിച്ചൽ സഹിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ പറ്റില്ല, എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. അതാണ് ആസന, ഉത്താന, ചേഷ്ടേന ഇതൊന്നും ചെയ്യാൻ ശക്തിയില്ലാതെ അവിടെ കിടന്ന് കരയുന്നു. അതുകൊണ്ട് ആ കാലം ഏറ്റവും സുഖമായി ജീവിക്കുന്ന കാലമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ശ്ലോകം 27. തുദന്തി ആമത്വജം തുദന്തി ആമത്വജം ദംശ മശക മത്കുണാദയ ദുരന്തം വിഗതജ്ഞാനം ക്രമയഃ കൃമിഖിയത. തുദന്തി എന്ന് വെച്ചാൽ കടിക്കുക എന്നർത്ഥം. ആമത്വജം എന്ന് വെച്ചാൽ മൃദുവായ ആ കുഞ്ഞിൻ്റെ മൃദുവായ ശരീരത്തിൽ കടിക്കുന്നു എന്ന്. ദംശ ഈച്ച, മശക കൊതുക്, മത്കുണ മൂട്ടകൾ, ആദയ മുതലായകൾ. അപ്പോൾ ഈച്ച, കൊതുക്, മൂട്ട എന്നോ ഇപ്പോഴത്തെ കാലത്ത് അധികം കാണുന്നില്ല, എന്നാലും വൃത്തിയില്ലാതെയൊക്കെ നോക്കുന്നിടത്ത് ഉണ്ടാവാം. ഉറുമ്പൊക്കെ അരിക്കും. ബെഡിലൊക്കെ ഇങ്ങനെ ഉറുമ്പ്, പാല്, ഛർദ്ദിച്ചതൊക്കെ കിടന്നാൽ അതിലൊക്കെ ഉറുമ്പരിക്കുക, ഉറുമ്പ് കടിക്കും. അതിൻ്റെ അതാണ് ആമത്വജം എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക മാർദ്ദവമുള്ള മേനി ശരീരമാണ്. ആ ശരീരത്തിൽ ഈച്ചയും കൊതുകും പ്രാണികളും ഉറുമ്പൊക്കെ വന്ന് കടിക്കുന്ന ആ കടിയും സഹിക്കണം. അതിൻ്റെ ഒപ്പം കൃമയഹ കൊച്ചു കുട്ടികൾക്ക് കൃമിയുടെ ശല്യം ഉണ്ടാവും അല്ലേ. കൃമി, വര അതിൻ്റെയൊക്കെ കൃമികളുടെ ശല്യം ഉണ്ടാവും. ആ കൃമികൾ കൃമിഖിയത തന്നെ പോലെ ഒരു കൃമിയാണ് ഇത് എന്ന് കരുതിയിട്ട്, അതാണ് കൃമിഖിയത, കൃമിയെ പോലെ കരുതിയിട്ട് ഈ കുഞ്ഞിന് തുദന്തി കടിക്കുന്നു. അതായത് വന്നിരുന്നിട്ട് കൃമി കടിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും കുട്ടികൾ. അപ്പോൾ കൃമിയുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ പോലെ തന്നെ ഒരു കൃമിയാണ് ഇത് എന്ന്. കാരണം സ്കിന്നിന് കട്ടിയില്ലല്ലോ, ഭയങ്കര ചെറിയ മാർദ്ദവമുള്ള ശരീരമാണല്ലോ, ത്വക്കാണല്ലോ. അപ്പം ആ മാർദ്ദവം കാരണം തങ്ങളെ പോലെ തന്നെ ഒരു കൃമിയാണ് ഇത്, അതാണ് കൃമിഖിയത. തന്നെ പോലെ തന്നെ ഒരു കൃമിയാണ് ഇത് എന്ന് കരുതിയിട്ട് കൃമിശല്യം വന്നിട്ട് കുട്ടികളെ വന്ന് കടിക്കും. പിന്നെ ഈച്ച, ഉറുമ്പ്, കൊതുക് ഇവയുടെ കടിയും കുട്ടിക്ക് സഹിക്കേണ്ടി വന്നിട്ട്
വിഗതജ്ഞാനം, അതുവരെയുണ്ടായിരുന്ന ആ അവബോധമൊക്കെ അറിവൊക്കെ നഷ്ടപ്പെട്ടിട്ട് ദുരുദന്തം, ആ കുട്ടി അങ്ങനെ ഉറക്ക വാശി പിടിച്ച് കരയുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ആ ഒരു കാലത്തും ആ കുഞ്ഞിന് മനസ്സിന് സന്തോഷം ഇല്ല എന്നാണ് അതിൽ പറയുന്നത്. കരച്ചിലായിരിക്കും കൂടുതലും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കാരണം ഇതൊക്കെയാണ്. അതിൻ്റെ നിവർത്തിക്കേടിനെ, അതിനെ പ്രതികരിക്കാൻ അതിന് ശക്തിയില്ല, ആവശ്യങ്ങൾ പറയാൻ ശക്തിയില്ല, ഉപദ്രവങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ചൊറിച്ചിലുകളും ഒന്നും പറയാൻ ശക്തിയില്ല, എഴുന്നേറ്റിരിക്കാനോ ഓടാനോ നടക്കാനോ ഒന്നിനും നിൽക്കാനോ ഒന്നിനും ശക്തിയില്ലാതെ, തന്നെ മനസ്സിലെ ആഗ്രഹം എന്തെന്നറിയാതെ തനിക്ക് തരുന്ന കാര്യങ്ങളെ ഇഷ്ടമില്ലാത്തതിനെ പോലും സ്വീകരിച്ച് പ്രതികരിക്കാൻ കഴിയാതെ കിടക്കുന്ന അവസ്ഥയാണ് ആ കാലഘട്ടം. അതുകൊണ്ട് ആ കാലഘട്ടത്തിലും പൂർണ്ണ സംതൃപ്തി അനുഭവിക്കുന്നില്ല. ശ്ലോകം 28. ഇത് ഏവം ശൈശവം ഭുക്ത്വാ ദുഃഖം പൗഗണ്ഡമേവച അലബ്ധ അഭീപ്സിതഃ അജ്ഞാനാത് ഇദ്ധമന്യു ശുചാർപ്പിതഃ. ഇത് ഏവം ശൈശവം ഭുക്ത്വാ ദുഃഖം പൗഗണ്ഡമേവച അലബ്ധ അഭീപ്സിതഃ അജ്ഞാനാത് ഇദ്ധമന്യു ശുചാർപ്പിതഃ. ഇത് ഏവം, ഇപ്രകാരം ശൈശവത്തിൽ ആ നവജാത ശിശുവായിരിക്കുമ്പോഴും ഭുക്ത്വാ, ഒരുപാട് യാതനകൾ, സന്തോഷം എന്നത് ഇല്ലാതെ ദുഃഖങ്ങൾ അനുഭവിച്ചു, ഭുക്ത്വാ എന്ന് വെച്ചാൽ അനുഭവിച്ച് കഴിച്ചു കൂട്ടേണ്ടി വരുന്നു. ഇനി ഭുക്ത്വാ ദുഃഖം അനുഭവിച്ച് കഴിച്ചു കൂട്ടേണ്ടി വരുന്നു. ഇനി പൗഗണ്ഡം, അവിടുന്ന് വളർന്നു ബാല്യകാലത്തിലെത്തി. അപ്പോൾ പിന്നെ ഒരു 3, 4, 5, 6, ഒരു 10, 12 വയസ്സ് വരെ ബാല്യകാലവും എത്തിക്കഴിഞ്ഞാൽ ഏവജ, ഇത് തന്നെയാണ് അവസ്ഥ അല്ലേ? ബാല്യത്തിൽ ആ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷേ എപ്പോഴും അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിന് കീഴിൽ ആണ് ആ ബാല്യകാലം കുട്ടികൾ കഴിച്ചു കൂട്ടുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ബാല്യകാലത്തിൽ ഏതൊരു കുഞ്ഞിനെയും നിങ്ങൾ പൂർണ്ണ സന്തോഷവാനാണോ എന്ന് ചോദിച്ചാൽ അവർക്കല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അവരുടെ മനസ്സിൽ അവർക്ക് തോന്നുന്ന സന്തോഷം നിറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യാൻ അനുവാദം ഉണ്ടാവില്ല. അച്ഛൻ്റെയും അമ്മയും അവിടെ നിൽക്കരുത്, ഇങ്ങോട്ട് പോകരുത്, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർ ഒറ്റ കുഞ്ഞ് 2 കുഞ്ഞൊക്കെ ആയിട്ട് മക്കളെ വളർത്തുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നിർത്തുന്ന അച്ഛനമ്മമാരാ അല്ലേ? അവരുടെ സന്തോഷം എന്താ, അവരുടെ ഇഷ്ടങ്ങൾ എന്താ, അതിലേക്ക് മക്കളെ കൊണ്ടുവന്ന് അവർ നിർത്തും. ആ ചട്ടക്കൂടിനുള്ളിൽ മക്കളെ നിർത്തി വളർത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക, മക്കൾക്ക് അവരുടെ സൂക്ഷ്മ ശരീരത്തിൽ ഒരു മനസ്സുണ്ട്, ആ മനസ്സിന് പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം ഒരിക്കലും കിട്ടില്ല എന്ന്. അപ്പോൾ ആ ബാല്യകാലത്തിലും ശൈശവത്തിലും സന്തോഷമില്ല, ബാല്യത്തിലേക്ക് വരുമ്പോൾ ബാല്യകാലത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അലബ്ധ അഭീപ്സിതഃ, അലബ്ധം ലഭിക്കുന്നില്ല, അഭീപ്സിതം എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു ജീവിതം ബാല്യത്തിലും അവർക്ക് ലഭിക്കില്ല. ആ പിന്നെ അവിടെ നിന്ന് പോകുന്നത് എവിടേക്കാണ്? കൗമാരത്തിലേക്ക്. ആ കൗമാരത്തിൽ അജ്ഞാനാത് ഇദ്ധമന്യു എന്ന് വെച്ചാൽ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ അജ്ഞാനാത്, ഞാൻ എന്ന അഹങ്കാരം, ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു 12 വയസ്സ് വരെ അച്ഛനമ്മമാർ പറയുന്നതൊക്കെ ഇഷ്ടമില്ലെങ്കിൽ അനുസരിച്ച് അങ്ങോട്ട് നിയന്ത്രിക്കപ്പെട്ട് അവിടെ നിൽക്കും. കൗമാരത്തിലേക്ക് കിടക്കുമ്പോൾ എന്താ പറയുക, ആ നിയന്ത്രണം അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അവർ കൂട്ടുകാരുടെ ഒരു ലോകത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അച്ഛനും അമ്മയും ആയിരിക്കും കൗമാരത്തിലിരിക്കുന്ന എല്ലാ മക്കളുടെയും ശത്രുക്കൾ. കാരണം ആ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടുകാരുടെ പുറമേക്കുള്ള ഒരു ലോകത്തിലേക്ക് തന്നെ അതുവരെ തനിയെ പോവില്ല. അച്ഛനും അമ്മയും എവിടെ പോകുന്നു, കൂടെ വരുന്നു, വീട്, അച്ഛനമ്മ, ലോകം. അപ്പോൾ മനസ്സിലെ ആഗ്രഹം മുഴുവൻ അടക്കി വെച്ച് നിയന്ത്രിച്ച് പിടിച്ചതിൻ്റെ ഒരു അസ്വസ്ഥതയോടുകൂടി ജീവിക്കും. അവിടെയും സന്തോഷമില്ല. ഇനി കൗമാരത്തിലേക്ക് വരുമ്പോൾ അജ്ഞാനാത്, ഞാൻ എന്നൊരു അഹങ്കാരം ഒന്നുകൂടി കൂടും. ഞാൻ വലിയൊരാളായല്ലോ, ഇനി എനിക്ക് തീരുമാനിക്കാം, എനിക്ക് പോവാം, ഞാൻ പോകും, എൻ്റെ കൂട്ടുകാരെ എനിക്ക് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ അച്ഛനമ്മമാർ കടിഞ്ഞാണിടാൻ വരുമ്പോൾ അച്ഛനും അമ്മയായിരിക്കും കൗമാരപ്രായത്തിലെ എല്ലാ മക്കളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. വീട്ടിൽ വരുമ്പോഴായിരിക്കും അവർക്ക് അസ്വസ്ഥത. കൂട്ടുകാരുടെ ലോകത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ സന്തോഷവാന്മാരായി. അപ്പോൾ അറിവില്ലായ്മ, ഞാനെന്നൊരു അഹങ്കാരം കൂടി വരുന്ന കൗമാരപ്രായത്തിൽ യുദ്ധമന്യു, കോപം കൂടുന്ന, വീട്ടിൽ ഭയങ്കര ദേഷ്യമായിരിക്കും, മിണ്ടുമ്പോഴേക്കും ദേഷ്യം വരുന്നതായിരിക്കും. മിക്ക വീട്ടുകളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അവസ്ഥ അതാണ് ആ പ്രായത്തിൽ. അപ്പോൾ ശുചാർപ്പിത, അതോടൊപ്പം അവർക്ക് ദുഃഖവും കൂടും, സന്തോഷം ഉണ്ടാവില്ലേ, എപ്പോഴും ഒരു കയറ്റിപ്പിടിച്ച മുഖമായിട്ടായിരിക്കും വീട്ടിലിരിക്കുക. ഒരു ചിരിയോ സന്തോഷമോ ഹാപ്പി ആയിട്ട് അച്ഛനോടും അമ്മോടും ഇടപഴകലോ ഒന്നും ഉണ്ടാവില്ല.
കാരണം അവരുടെ ഉള്ളിൽ അവരെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കണ പോലെയാണ് അവർക്ക് തോന്നുന്നത്. എങ്ങനെയെങ്കിലും ആ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് പുറം ലോകത്തേക്ക് ഇറങ്ങി ഓടാനുള്ള ആഗ്രഹത്തോടു കൂടി ഇന്ന് അതിട്ട് സാധിക്കണമില്ല. അപ്പം അതിൻ്റെ കോപവും ദേഷ്യവും ദുഃഖവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു പ്രായമാണ് കൗമാരം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കൗമാരത്തിലും സന്തോഷം ആ മനസ്സനുഭവിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഭൂമിയിൽ ജനിച്ച് വീണപ്പോൾ ശൈശവം അങ്ങനെയായി, ബാല്യം ഇങ്ങനെയായി, കൗമാരത്തിലെത്തുമ്പോഴും പൂർണ്ണ സന്തോഷം അവന് ആ മനുഷ്യജീവന് കിട്ടുന്നില്ല. ശ്ലോകം 29. സഹദേഹേന മാനേന വർദ്ധമാനേന മന്യുന കരോതി വിഗ്രഹം കാമി കാമിഷു അന്തായ ച ആത്മനഃ. സഹദേഹേന, ആ ശരീരം വളരുന്നു. പിന്നെ കൗമാരത്തിൽ നിന്ന് ശരീരം വളരുകയാണ്. ആ ശരീരം സഹദേഹേന, ആ ശരീരത്തോടൊപ്പം വർദ്ധമാനേന വളർന്നു വരുന്നു, മാനേന അഭിമാനബോധം, ഞാൻ ഇന്നൊരാളാണ് എന്നുള്ള ഒരു അഭിമാനബോധം. ആരുടെ മുന്നിൽ താഴില്ല, ഒരാൾ വിലയില്ലാണ്ട് പെരുമാറാൻ പാടില്ല, ആരെങ്കിലും ഒന്ന് നോക്കിയില്ലെങ്കിൽ മിണ്ടിയില്ലെങ്കിൽ നമ്മളൊരു നമസ്തേ പറഞ്ഞ് തിരിച്ചൊന്ന് പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് ഒരു താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ആളുകൾക്ക്. ശരീരം വളരുന്നതിനൊപ്പം അഭിമാനബോധവും വളർന്നിട്ട് മന്യുന, ആ അഭിമാന ബോധം വളരുമ്പോൾ കോപവും ദേഷ്യവും അതിനോടൊപ്പം വളരും. എന്നിട്ട് കരോതി വിഗ്രഹം, അഭിമാനം വളരുമ്പോൾ ദേഷ്യം വളരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാനാഭിമാന, ഞാൻ എന്ന അഹങ്കാരം, ഞാനിൽ നിൽക്കുന്നതിനെയാണ് മാനാഭിമാനം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയില്ലേ, കാക്കയുടെ കഥ. നമ്മൾ മുറ്റത്ത് കുറച്ച് പച്ചരി ഉണക്കാനിട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണക്കാൻ കൊണ്ടുപോയിട്ടു. കാക്കകൾ വന്ന് അത് കൊത്തി തിന്നാൻ വരുമ്പോൾ നമ്മൾ അതിനെ ആട്ടി ഓടിപ്പിക്കും കാക്കകളെ, അല്ലേ? കല്ലെടുത്തെറിയും, പോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാക്കകളെ ആട്ടി ഓടിപ്പിക്കും, അല്ലേ? ആ കാക്കകളൊക്കെ പറന്നു പോവും. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ആ പച്ചരി കൊണ്ടുപോയിടുമ്പോൾ ആട്ടി ഓടിപ്പിച്ച് ഇതേ കാക്കകൾ അത് തിന്നാൻ വരും, അല്ലേ? നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്ന ഒരാളെ നമ്മൾ ആട്ടി ഓടിപ്പിച്ചാൽ പിന്നെ ആ വ്യക്തിയെ നമ്മൾ ആ വീടിൻ്റെ പരിസരത്ത് പോലും കാണില്ല. ഇനി നമ്മളാണ് ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നതെങ്കിൽ അവിടെ ഉള്ളവർ നമ്മളെ ആട്ടി ഓടിപ്പിക്കണ്ട, ഒരു താല്പര്യക്കുറവ് പോലെ ആ വീട്ടുകാർ ഒരു ഇഷ്ടപ്പെടാത്ത പോലെ പെരുമാറിയാൽ മാത്രം മതി, പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ പോവില്ല, ആ വീട്ടിലേക്ക് നമ്മൾ പോവില്ല, പോയി ആത്മഹത്യ ചെയ്യും. പക്ഷെ എന്താ, നമ്മൾ ആട്ടി ഓടിപ്പിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും കാക്കകൾ ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും? ഒരു കാക്ക ആത്മഹത്യയില്ല, അവർ പിറ്റേ ദിവസവും വരും. കാരണം എന്താ, അവർക്ക് വിശപ്പ് മാറ്റുക എന്നുള്ള പ്രാണി ചിന്ത മാത്രമേ ഉള്ളൂ, അവർക്ക് ഈഗോ ഇല്ല, ഞാൻ എന്ന അഹങ്കാരമില്ല. പക്ഷേ മനുഷ്യന് പ്രചോദിതമായ ബുദ്ധിയുണ്ട്. എന്താ സംഭവിച്ചത്? അത് ഞാൻ എന്ന അഹങ്കാരത്തിൽ പെട്ടുപോയി. അപ്പോൾ അഭിമാനബോധം കൂടി, ഒരാളൊന്ന് ചിരിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒന്ന് നോക്കിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളോടൊന്ന് തിരിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത, നമ്മുടെ അഭിമാനത്തിൽ, നമ്മുടെ മാനത്തിൽ ഒരു മുറിവേറ്റതുപോലെയാണ്. പിന്നെ നമ്മൾ ആ ഭാഗം നമുക്ക് നോക്കില്ല, എന്നെ വേണ്ടല്ലോ, അപ്പോൾ പിന്നെ എനിക്കും വേണ്ട, ഈ ഒരു ചിന്തയോടുകൂടി നമ്മൾ ഇരിക്കുന്നു. അങ്ങനെ മാനാഭിമാന ചിന്ത കൂടുമ്പോൾ ദേഷ്യം കൂടി, പരിഗണനകൾ കിട്ടാണ്ട് വരുമ്പോൾ ദേഷ്യം കൂടുന്നു. അപ്പോൾ കരോതി വിഗ്രഹം, വിഗ്രഹം എന്ന് വെച്ചാൽ ശത്രുത, കരോതി, നമ്മൾ തന്നെ സ്വയം ശത്രുക്കളെ നമ്മൾ തന്നെ സ്വയം സൃഷ്ടിക്കുന്നു. അതെങ്ങനെയാണ്? കാമി, ഈ കാമി എന്ന് വെച്ചാൽ ഈ ഭൗതികമായ വിഷയങ്ങളെ ആസക്തിയുള്ള നമ്മൾ, കാമിഷു, ഇതേ ആസക്തിയുള്ള മറ്റുള്ളവരുമായിട്ട് ശത്രുതയിലായിട്ട്, അന്തായ ച ആത്മന, നമ്മുടെ തന്നെ നാശത്തിന് അത് വഴിയൊരുക്കുന്നു. ഈ മാനാഭിമാന ചിന്ത വരുമ്പോഴാണ് ദേഷ്യം, പരിഗണന കിട്ടാണ്ട് വരുമ്പോൾ ദേഷ്യം വരുന്നത്. ഈ ദേഷ്യം വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെപ്പോലെ ഭൗതികമായ ഈഗോയിലിരിക്കുന്ന നമ്മളെപ്പോലെ തന്നെ ഈഗോയിലിരിക്കുന്ന മറ്റു മനുഷ്യന്മാരുമായിട്ട് ശത്രുതയിലാകുന്നു. കാരണം മറ്റുള്ളവരുടെ അടുത്ത് ശത്രുത, നമ്മൾക്ക് വേണ്ട പരിഗണന കിട്ടണില്ല, അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നു, നമ്മളെ മോശം പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നു, ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ശത്രുത നമ്മുടെ തന്നെ, അതാണ് അന്തായ ആത്മന, നമ്മുടെ തന്നെ നാശത്തിനാണ് ആ ശത്രുത കാരണമാക്കുക. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന, ഇന്നലെ പറഞ്ഞതുപോലെ ഞാനൊരു തോണിയിലായിരിക്കുന്നത്, മുന്നിലേക്കൊരു തോണി വരുമ്പോൾ ആ തോണിയിൽ നിന്ന് ആ തോണിയിൽ ആരുമില്ല എന്ന് ചിന്തിച്ച് വഴിമാറി പോകുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുന്നു. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്, അഭിമാനബോധമാണ് നമ്മുടെ ഉള്ളിൽ ഈ അസ്വസ്ഥതയും ദേഷ്യവും ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയുക. അത് തിരിച്ചറിയാതെ വരുമ്പോൾ നമ്മളെപ്പോലെ തന്നെയുള്ള ഈ ഒരു ഈഗോയിലിരിക്കുന്ന ആൾക്കാരുമായിട്ട്
അവനുമായിട്ട് ശത്രുത വരികയും ആ ശത്രുത എന്നെ വീട്ടിലിരുന്ന് സദാ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും വീട്ടിൽ വരുമ്പോഴും ഓഫീസിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഇങ്ങനെ അങ്ങനെ അന്ന് പറഞ്ഞുണ്ടായ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് അത് തന്നെ വീട്ടിൽ ചർച്ച ചെയ്ത് അവസാനം എന്താ സംഭവിക്കുക? സദാ ചിന്തിക്കുന്നത് ഈ നെഗറ്റീവ് ചിന്തകളാവുമ്പോൾ അത് അവനവൻ്റെ തന്നെ നാശത്തിന് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ വിട്ടുകളയാ. ആ തോണിയെ നമുക്കെതിരെ വന്ന ആ തോണിയിൽ ഒരാളില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ വിട്ടുകളയാ. ശ്ലോകം 30. ഭൂതേ പഞ്ചഭി ആരബ്ധേ ദേഹേ ദേഹി അബുധ അസകൃത് അഹം മമ ഇതി അസദ്ഗ്രാഹ കരോതി കുമതി മതിം. ഭൂതേ പഞ്ചഭിഹി ആരബ്ധേ ദേഹേ ദേഹി അബുധ അസകൃത് അഹം ദേഹി അബുധ അസകൃത് അഹം മമ ഇതി അസദ്ഗ്രാഹ കരോതി കുമതി മതി. ഭൂതൈ പഞ്ചഭി ആരബ്ധേ, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട, അതാണ് ഭൂതൈ പഞ്ചഭി ആരബ്ധേ, നിർമ്മിക്കപ്പെട്ട ദേഹേ, ഈ ശരീരത്തിൽ, ദേഹി ആ ജീവൻ ആ ആത്മാവ്, അബുധ അസത്ത് അസകൃത് എന്ന് വെച്ചാൽ അബുധ അജ്ഞാനം, അതാണ് അബുധ എന്ന് വെച്ചാൽ അജ്ഞാനമായ ഈ ഒരു അജ്ഞാനം, ഞാൻ ഇതാണ് എന്ന അജ്ഞാനമാകുന്ന അഹം എന്ന് വെച്ചാൽ ഞാൻ എന്ന ഭാവം, മമ എൻ്റെ എന്ന ഭാവം, ഇതി ഇപ്രകാരമുള്ള അസത്ത് ഗ്രാഹ അസത്ത് തെറ്റായ ആ അറിവിനെ ഗ്രഹിച്ചിട്ട്, അതാണ് തെറ്റായതിനെ ശരീരത്തെ നോക്കി ഇതാണ് ഞാൻ ഇതെൻ്റെയാണ് എന്ന ഇപ്രകാരമുള്ള തെറ്റായ അറിവിനെ ഗ്രാഹ എന്ന് വെച്ചാൽ സ്വീകരിച്ചിട്ട്, കരോതി കുമതി മതി, കരോതി എന്ന് വെച്ചാൽ തെറ്റായ അറിവിനെ കാര്യങ്ങൾ ചെയ്ത്, കുമതി മതി എന്ന് വെച്ചാൽ കുമതി മതി എന്ന് പറഞ്ഞാൽ മതി എന്ന് വെച്ചാൽ ബുദ്ധി, വിഡ്ഢിയെ പോലെ ചിന്തിച്ച് തെറ്റായ കാര്യങ്ങൾ ചെയ്തും ചിന്തിച്ചും ജീവിക്കുന്നു എന്ന്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിലിരിക്കുന്ന ആ ദേഹി ആ ആത്മാവ്, ഈ അജ്ഞാനമാകുന്ന ഈ ശരീരമാണ് ഞാൻ, ഇതെൻ്റെയാണ്, ഇപ്രകാരമുള്ള മിഥ്യാഹങ്കാരത്തിൽ അസത്തായ അഹങ്കാരത്തെ സ്വീകരിച്ച് വിഡ്ഢിയെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തത്ഫലമായിട്ട് ആ അഹങ്കാരം വളർന്ന് അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ട് പിന്നെ എന്താ വരിക എന്ന് നമ്മൾ ഇതിൽ തന്നെ ആദ്യത്തെ അധ്യായത്തിൽ പഠിച്ചിരുന്നു. ശ്ലോകം 31 തദർത്ഥം കുരുതേ കർമ്മ യത് ബദ്ധ യാതി സംസൃതിം യ അനുയാതി ദദത് ക്ലേശം അവിദ്യ കർമ്മബന്ധനഃ. തദർത്ഥം, അങ്ങനെ ആ ശരീരബോധം വളർന്ന് ഈ ശരീരമാണ് ഞാൻ ഇതെൻ്റെയാണ് എന്ന ചിന്തയോടുകൂടി ജീവിച്ച് അസത്തായ ഈ അറിവിനെ നേടിയിട്ട് ആ വിഡ്ഢിത്തം നിറഞ്ഞ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ, തദർത്ഥം അങ്ങനെ ജീവിക്കുമ്പോൾ ആ ശരീരം ആ ഉദരം നിറയ്ക്കാൻ അല്ലെങ്കിൽ ആ കുടുംബത്തെ പരിപാലിക്കാൻ മാത്രമായിട്ട് ജീവിക്കാൻ വേണ്ടി കുരുതേ കർമ്മം ചെയ്യുമ്പോൾ യത് ബദ്ധഃ അത് ആ ആത്മാവിനെ ബന്ധനസ്ഥനാക്കുന്നു. യാതി സംസൃതി, ഈ ലോകത്ത് ജനിക്കുക മരിക്കുക എന്ന സംസാര ചക്രത്തിൽ ഇങ്ങനെ വന്നും പോയും ഇരിക്കുന്ന ബന്ധനത്തിൽ ആ ആത്മാവിനെ പെടുത്തുന്നു. യഹ അനുയാതി, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന്. ആ സൂക്ഷ്മ ശരീരം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, അവസാനിക്കണില്ല. ഇതുപോലെ പോവും, പിന്നെ ഗർഭത്തിൽ വരും, അനുഭവിക്കും, അവിടെ ഭഗവാന് പ്രതിജ്ഞയൊക്കെ കൊടുക്കും, പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും ഈ ശൈശവം, ഇതിങ്ങനെ ബാല്യം, പിന്നെ കൗമാരം, അപ്പോഴേക്കും അഹങ്കാരം കൂടി, ദേഷ്യം കോപം കൂടി, ശത്രുതകൾ, ഇങ്ങനെയുള്ള നാശത്തിലേക്ക് ഉദരം നിറയ്ക്കാനായിട്ട് ജീവിച്ച് അങ്ങനെ പോകുന്നു. അതാണ് യഹ അനുയാതി, ഇതിങ്ങനെ തുടർന്നുകൊണ്ട് ദദത് ക്ലേശം, അത് ക്ലേശത്തെ ഉണ്ടാക്കി, അവിദ്യ കർമ്മബന്ധന, അവിദ്യ അറിവില്ലായ്മ കൊണ്ട് കർമ്മം ചെയ്ത് ആ ആത്മാവ് അങ്ങനെ ബന്ധനസ്ഥനായി തീരുന്നു. അങ്ങനെ ഈ ഒരു ഞാനെന്ന ചിന്തയോടുകൂടി ജീവിച്ച് ആ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മാത്രം കർമ്മം ചെയ്ത് ജീവിക്കുമ്പോൾ, ശരീരം ആ കുടുംബം അതിനു വേണ്ടി മാത്രം കർമ്മം ചെയ്ത് ജീവിക്കുമ്പോൾ, അങ്ങനെ ആ ആത്മാവ് ബന്ധനസ്ഥനായിട്ട് ഈ ലോകത്ത് വന്ന് ജനിച്ചും മരിച്ചും ജനിമൃതി ചക്രത്തിൽ അകപ്പെട്ട് അതങ്ങനെ തുടരുക. അനുയാതി, അത് ഒരിക്കലല്ല, ഇതിങ്ങനെ വീണ്ടും തുടർന്നു കൊണ്ടുപോയി ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച് അറിവില്ലായ്മ മൂലം കർമ്മത്താൽ ബന്ധിതനായി അങ്ങനെ ജീവിക്കുന്നു. ശ്ലോകം 32 യദി അസദ്ഭിഹി പതി പുനഃ ശിഷ്ണ ഉദരകൃത ഉദ്യമൈ യദി അസദ്ഭിഹി പതി പുനഃ ശിഷ്ണ ഉദരകൃത ഉദ്യമൈ ആസ്ഥിതഃ രമതേ ജന്തു തമഃ വിശതി പൂർവവത്. യദി അസദ്ഭി അധാർമികമായ രീതിയിലുള്ള പാതയിലൂടെ
സഞ്ചരിച്ചിട്ട് ശിഷ്ണ ഉദര കൃത ഉദ്യമൈ, ശിഷ്ണം ജനനേന്ദ്രിയം, ലൈംഗിക അവയവങ്ങളുടെ സന്തോഷം, സംതൃപ്തി, ഉദരം വയറ് നിറയ്ക്കുക, വിശപ്പ് മാറ്റുക എന്നിങ്ങനെയുള്ള കൃത ഉദ്യമൈ ഇവയ്ക്ക് വേണ്ടി മാത്രം പരിശ്രമിച്ച് ജീവിച്ച് അസദ്ഭിഹി പതി, അതായത് അസത്തായിട്ടുള്ള അധാർമികമായ വഴിയിലൂടെ ജീവിച്ച് പുനഃ വീണ്ടും വീണ്ടും ആസ്ഥിതഃ രമതേ എന്ന് വെച്ചാൽ ആ ഭൗതികമായ വിഷയത്തിൽ ഇങ്ങനെ രമിച്ച് ആസ്ഥിതഃ ജീവിച്ച് ജന്തു ആ ജീവൻ പുനഃ എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും തമഹ ആ തമസിൻ്റെ അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ പൂർവവത്ത് മുന്നത്തെ പോലെ തന്നെ പ്രവേശിക്കുന്നു എന്ന്. അപ്പോൾ മുന്നേ പറഞ്ഞില്ലേ ഇങ്ങനെ ഞാൻ എന്ന അഹങ്കാരത്തോട് എൻ്റെ ഉദരം നിറയ്ക്കുക, പ്രാണികളെ പോലെ ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, മൈഥുനം, ഈ 3 വിഷയങ്ങളെക്കുറിച്ച് മാത്രം ഇതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കണേ. സുഖമായിട്ട് ജീവിക്കണം, കുടുംബം ഉണ്ടാവണം, അതുപോലെ പണം ഉണ്ടാക്കണം, ഇതിനു വേണ്ടി മാത്രം ജീവിച്ച് അപ്പോൾ അതിനെ അധാർമികം എന്ന് വിളിക്കാൻ കാരണം എന്താ? ഇതിനു വേണ്ടിയല്ല ഈ ജന്മം എടുത്തത്. എത്രയോ ജന്മങ്ങളുടെ പരിശ്രമം കൊണ്ട് ആ മനസ്സ് പരിശുദ്ധമാക്കപ്പെട്ടിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടിയത്. ഈ ജന്മത്തിലിരുന്ന് ഈ സർവ്വപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന പുരാണ പുരുഷനെ അറിയാൻ സാധിക്കും. അപ്പോൾ ആ ജന്മത്തിൻ്റെ ധർമ്മം അവനെ അറിയുക എന്നുള്ളതാണ്. അത് ചിന്തിക്കാതെ ഉദരം നിറയ്ക്കാനും ലൈംഗിക സുഖത്തിന് വേണ്ടിയും മാത്രം ജീവിക്കുന്ന മനുഷ്യർ അധാർമികമായ ആ ജീവിതം നയിച്ച് ആ ജീവിതത്തിൽ ഈ ഒരു ലോക ജീവിതത്തിൽ രമിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ തമസ് അറിവില്ലായ്മയുടെ ആ അന്ധകാരത്തിൽ പെട്ടിട്ട് ഇതേപോലെ തന്നെ അങ്ങനെ ജീവിക്കുന്നു. പണം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. നമ്മൾ നേരത്തെ കണ്ടില്ലേ, കുറേ കഷ്ടപ്പെടുന്നു, കുറേ നല്ല കാലത്തൊക്കെ കുറേ പൈസയൊക്കെ ഉണ്ടാക്കും. ഒരു മോശ സമയം വരുമ്പോൾ വിചാരിച്ച പോലെ പണം കിട്ടാതെ വരുമ്പോൾ, കുടുംബത്തെ പരിപാലിക്കാതെ വരുമ്പോൾ, വില കുറഞ്ഞവനായി പരിഗണന കിട്ടാത്തവനായി വീടിനകത്ത് ഇരുന്നു പോയി. അതാണ് പറയുന്നത് പൂർവവത്ത് മുന്നത്തെ പോലെ തന്നെ വിശദി ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ മനസ്സ് തളർന്ന് വീടിനകത്ത് എല്ലാവരാലും അവഗണിക്കപ്പെട്ടവനായി ഇരുന്നു പോയി. അങ്ങനെ മാനസികമായി തകർന്ന് ശാരീരികമായ ശക്തി കുറഞ്ഞ് കെടുപ്പിലായി ബന്ധുമിത്രാദികളുടെ ദുഃഖവും ഒക്കെ കണ്ട് പ്രതികരിക്കാൻ കഴിയാതെ യമകിങ്കരന്മാരുടെ ഭയാനകമായ മുഖവും കണ്ട് മലമൂത്ര വിസർജനവും നടത്തി മരിച്ചു പോകുന്നു. സ്ഥൂല ശരീരം ഇവിടെ നശിപ്പിക്കുന്നു, പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നു, സൂക്ഷ്മ ശരീരം കിങ്കരന്മാർ കൊണ്ടുപോകുന്നു. പോകുന്ന വഴിയിൽ വീണ്ടും ഒരുപാട് യാതനകൾ അനുഭവിക്കുന്നു. യമലോകത്തെത്തുമ്പോൾ അവിടെയും യാതനകൾ അനുഭവിക്കുന്നു. അങ്ങനെ ഓരോ ജന്മത്തിൻ്റെയും പ്രാരാബ്ദങ്ങൾ തീർക്കാൻ അതോ ലോകങ്ങളിൽ പലതിലും പോയി അതാത് പ്രാരാബ്ദങ്ങൾ യാതനകൾ പേറി അനുഭവിച്ച് അവസാനം ഭൂമിയിൽ പ്രാണിയായും കൃമികീടമായും ജന്തുക്കളായും വന്ന് ജീവിച്ച് അതിൻ്റെ യാതനകളും അനുഭവിച്ച് അവസാനം പരിശുദ്ധമാക്കപ്പെട്ടിട്ട് വീണ്ടും ഒരു ജന്മം കിട്ടുമ്പോൾ ആ സൂക്ഷ്മ ശരീരം അന്തരീക്ഷത്തിൽ വന്ന് അങ്ങനെ മഴയിലൂടെ ഭൂമിയിൽ പതിച്ച് പിതാവിൻ്റെ കഴിക്കുന്ന ആഹാരത്തിലൂടെ പിതാവിൻ്റെ ബീജത്തിലേക്കും അവിടെ നിന്ന് മാതാവിൻ്റെ ഉദരത്തിലേക്കും വന്ന് അവിടെ കിടന്ന് 3 മാസം കൊണ്ട് ശരീരവും അവയവങ്ങളും എല്ലാം ഉണ്ടായി 6-ാം മാസം ആയപ്പോഴേക്കും മലമൂത്ര വിസർജനം കൃമികളും ഒക്കെ നിറഞ്ഞ വെള്ളത്തിൽ കിടന്ന് യാതനയെ അനുഭവിച്ച് ഈ പറഞ്ഞതുപോലെ ഭൂമിയിൽ അവിടെ കിടന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഞാൻ ഈ ജന്മത്തിൽ എൻ്റെ ധർമ്മം എനിക്ക് എന്നെ അറിയുക എന്നുള്ള ഈ ഒരു ബോധം ഈ ജന്മത്തിൽ ഞാൻ അറിയും എന്ന് ഭഗവാനെ അതിനായിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളെ സദാ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും എന്നൊക്കെ വാക്ക് കൊടുത്തിട്ടാണ് പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് ആ വായുവിൻ്റെ സമ്മർദ്ദത്താൽ വന്ന് വീഴുന്നതോടെ ഈ വാക്ക് കൊടുത്തതൊക്കെ മറന്നു പോകുന്നു. അപ്പോൾ വീണ്ടും മനസ്സിൽ കുറേ ആഗ്രഹങ്ങൾ വരുന്നു, ശരീരത്തിൻ്റെ വേദന ബുദ്ധിമുട്ടുകൾ അതിനെയൊക്കെ അറിയാൻ തുടങ്ങുന്നു. മനസ്സ് ഇതിനെയൊക്കെയാണ് അനുഭവിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ അനുഭവങ്ങൾ വരുമ്പോൾ സുഖം കിട്ടാൻ കൊതിക്കുന്നു. അത് കിട്ടാതെ വരുമ്പോൾ കരച്ചിൽ. തന്നെ അറിയാത്ത ആൾക്കാരാണ് തൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം എന്തെന്ന് അറിയാത്തവരാണ് വളർത്തുന്നത്. അപ്പോൾ ശൈശവവും ദുഃഖം, ബാല്യത്തിലും ദുഃഖം, കൗമാരത്തിൽ ദേഷ്യം, അഭിമാനം കൂടും, ദേഹബുദ്ധി വളരും. അപ്പോൾ ആ മാനാഭിമാന ചിന്ത വരും. അപ്പോൾ ദേഷ്യം കോപം ഒക്കെ കൗമാരം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലുതാവുമ്പോൾ ഞാൻ എന്ന ചിന്ത അഹങ്കാരം എൻ്റെ എന്ന ബോധത്തിൽ നിൽക്കുമ്പോൾ അതേ ബോധത്തോടു കൂടി ജീവിക്കുന്ന മറ്റു മനുഷ്യരുമായിട്ട് ശത്രുത. ആ നെഗറ്റീവ് ചിന്ത അവൻ്റെ തന്നെ നാശത്തിന് വഴിയൊരുക്കിയിട്ട് സ്വന്തം ഭൗതിക സുഖത്തിന് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കുന്ന അധാർമികമായ ജീവിതം നയിക്കുന്ന അവൻ അങ്ങനെ വീണ്ടും ഈ ജനിമൃതി ചക്രത്തിൽപ്പെട്ട് ഈ ഒരു അവസ്ഥയിലൂടെ ജീവിച്ചു മരിച്ച് ഇങ്ങനെ പോകുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ അത്രയും ഭാഗങ്ങളാണ് ഇനി ഇതിൻ്റെ ബാക്കി
ഒരു നാളെയും കൂടിയും കഴിഞ്ഞാൽ ഈ ഒരു അധ്യായം കഴിയും.